പ്രൈസ് ദി ലോർഡ്. എൻ്റെ കഥയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരും ഒരു പ്രാവശ്യമോട് വെൽക്കം ചെയ്യാണ്. എല്ലാ ആഴ്ചയും പോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായിട്ടാണ് നിങ്ങളുടെ നടുവിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. സാക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. കർത്താവിന് സ്തോത്രം. ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല ഈവനിങ് സമയത്തിനാണ് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പിന്നെ ഒരു പ്രാവശ്യമോട് നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് കടന്നു വരുവാൻ അവിടുന്ന് ഒരുക്കിയ സാവകാശത്തിനായി സ്തോത്രം. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന അവിടുത്തെ മകൾക്കായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് ആത്മീക ധൈര്യത്തിനും ബലത്തിനും കാരണമായി തീരണം. ദൈവകൃപയാൽ ഞങ്ങളെ നിറയ്ക്കണം. കുറവുകളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. കർത്താവെ, വീഡിയോ കാണുന്ന ഓരോ ദൈവമക്കളെ അനുഗ്രഹിച്ചാട്ടെ. എല്ലാ മേഖലകളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സംഭവിച്ചിരിക്കാൻ സ്തോത്രം. സകലമാന മഹത്വം ഞങ്ങൾ അടുത്തേക്ക് അടുപ്പിക്കുന്നു. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി പ്രിയ സിസ്റ്റർ സൂസൻ റോബി തോമസ് ആണ്. ഓസ്ട്രേലിയയിൽ നിന്ന് പ്രിയ സിസ്റ്ററെ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ എൻ്റെ കഥയിലേക്ക് വെൽക്കം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഓസ്ട്രേലിയയിൽ നിന്നാണ് ജോയിൻ ചെയ്തേക്കുന്നില്ലേ? അതെ, ഓസ്ട്രേലിയയിൽ നിന്നാണ്. സൗത്ത് ഓസ്ട്രേലിയ അഡിലേഡിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. അതെ, പ്രൈസ് ലോർഡ്. മിനി ഓസ്ട്രേലിയ എന്നുള്ള പേരിലാണ് കൂടുതലും ആളുകൾ അറിയുന്നത് അല്ലേ? അതെ പാസ്റ്ററെ. ശരി. എത്ര നാളായി ഓസ്ട്രേലിയയിലൊക്കെ ആയിട്ട്? ഞങ്ങള് 15 വർഷമായി. 15 വർഷമായി. ഓക്കെ. അതിനു മുമ്പ് ഞാൻ ദുബായില് കുറെ നാളുണ്ടായിരുന്നു. ശരി. അതിനു മുമ്പ് ബോംബെയിലുണ്ടായിരുന്നു അല്ലേ? ബോംബെക്കാരിയാണെന്ന് കേട്ടിട്ടുണ്ട്. ബോംബെയിലുണ്ടായിരുന്നു. അതെ അതെ. അതല്ലാതെ സന്തോഷമുണ്ട്. എല്ലാവരും ബോംബെ വഴിക്കൂടെ ഒന്ന് പോകുന്നത് കൊണ്ട് ഞങ്ങൾക്കൊരു സന്തോഷം, ഞങ്ങൾ ബോംബെക്കാരായതുകൊണ്ട്. സ്തോത്രം. നാട്ടിലപ്പോൾ എവിടെയാണ്? നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ വീട്ടുകാരെയൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ സന്തോഷമായിരിക്കും. കുടുംബത്തെക്കുറിച്ച്, മാതാപിതാക്കളെക്കുറിച്ച്, നാട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ സന്തോഷമായിരിക്കും. തീർച്ചയായിട്ടും. എൻ്റെ പത്തനംതിട്ട ജില്ലയിലെ തുമ്പോൺ എന്നുള്ള സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. മർത്തമ കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ പിതാവ് ശ്രീ PT മത്തായി സാറ്, അമ്മ അന്നമ്മ മത്തായി. ഞങ്ങൾ 6 മക്കളിലെ ഏറ്റവും ഇളയ കുഞ്ഞായിട്ടാണ് ഞാൻ ജനിച്ചത്. എനിക്ക് 4 ബ്രദേഴ്സും 1 സിസ്റ്ററും ഉണ്ട്. അതില് എൻ്റെ നേരെ മൂത്ത ബ്രദർ കർത്തൃ സന്നിധിയിൽ വിശ്രമിക്കുന്നു. അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. പിന്നെ ബാക്കി ഞങ്ങളിപ്പോൾ 5 പേരാ മാസ്റ്റർ ഉള്ളത്. ഇവിടെ ഞാന് ഓസ്ട്രേലിയയിൽ ഞാനും എൻ്റെ 2 മക്കളും ആയിരിക്കുന്നു. ഇപ്പോഴും അഡിലേഡിലായിരിക്കുന്നു. ഞങ്ങളെ കർത്താവ് അതിശയമായി അത്ഭുതകരമായി നടത്തും. ശരി. അപ്പൊ അതൊക്കെയാണ് കുടുംബ പശ്ചാത്തലം. അതെ അതെ. മാർത്തമ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. എന്നാലൊരു വേർപെട്ട ഒരു വിശ്വാസത്തിലേക്ക് അല്ലേ കർത്താവ്? അതെ 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 അതെ. അത് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ കൂടെ ഞാനത് വിശദീകരിക്കാം. ശരി. അപ്പൊ ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം. അനുഗ്രഹമായി തീരും, നമ്മുടെ വ്യൂവേഴ്സിന് അനുഗ്രഹമായി തീരും. ഞങ്ങളെ കേൾക്കാൻ റെഡിയ സിസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. എല്ലാ ജീവിതാനുഭവങ്ങളും പറയണം. ചെറിയ പ്രായം മുതൽ ഇന്ന് വരെ കർത്താവ് നടത്തിയ വിധങ്ങളെല്ലാം പറയണം. തീർച്ചയായിട്ടും. ശരി. ദൈവം അനുഗ്രഹിക്കട്ടെ. കേൾക്കാൻ ഞങ്ങൾ റെഡിയാ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മനോഹരമായ സമയത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇങ്ങനെ എനിക്ക് ഒരു അവസരം ലഭിച്ചതില് ദൈവത്തിനോടുള്ള സകല മാനവും മഹത്വവും ഞാൻ അർപ്പിക്കുക. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച പ്രിയ പാസ്റ്റർ ഫിന്നി സിസ്റ്റർ സാൻഡിയോടുള്ള സ്നേഹത്തെയും ബഹുമാനത്തെയും ഞാൻ ഈ സമയത്ത് അറിയിക്കട്ടെ. എന്നെ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത കർത്താവിന്റെ ദാസിയോടുള്ള സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. അതുപോലെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ഈ ജീവിതയാത്രയില് എന്നെ കൈപിടിച്ച് നടത്തിയ ഒത്തിരി ദൈവദാസന്മാര്, അവരുടെ കുടുംബങ്ങള്, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒത്തിരി പേരുണ്ട്. അവരുടെ പേരുകൾ എനിക്ക് പറയുവാന് ഒത്തിരി പേരുടെ പേരുകൾ പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പേരുകൾ പറയുന്നില്ല. എന്നാൽ അവരോടുള്ള സ്നേഹത്തെയും ബഹുമാനത്തെയും ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. കർത്താവ് എല്ലാവർക്കും ധാരാളം പ്രതിഫലം കൊടുക്കട്ടെ. അതുപോലെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഫിന്നിയും സിസ്റ്റർ സാൻഡിയും അവര് ഈ നടത്തുന്ന ഈ ആത്മീയ ശുശ്രൂഷ ഓർത്ത് ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. അവര് ഇത് ഒരു അന്ത്യകാല ഉണർവിന് വേണ്ടി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ശക്തരായി അവരെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അനേകായിരങ്ങളെ
കർത്താവിലേക്ക് നയിക്കുന്നു എന്ന് അറിയുന്നതിൽ വളരെ കർത്താവിൽ ഞാനും സന്തോഷിക്കുന്നു നിങ്ങളോടൊപ്പം. ആമേൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു മർത്തോമ കുടുംബത്തില് 6ാമത്തെ കുഞ്ഞായിട്ട് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടു. എൻ്റെ വളർച്ചയിൽ എൻ്റെ വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്തോഷകരമായ ഒരു ബാല്യകാലം എനിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 4 ബ്രദേഴ്സാണ്. എൻ്റെ പിതാവ് അധ്യാപകനായിരുന്നു. അപ്പം ഒത്തിരി ബോൾഡായിട്ട് വളർത്തിയ ഒരു പൈതലായിരുന്നു ഞാൻ. ചെറുപ്പം മുതലേ സൺഡേ സ്കൂളും യുവജന സഖ്യവും ക്യാമ്പുകളും ഒക്കെ പങ്കെടുക്കുവാന് ദൈവം കൃപ ചെയ്തു. ചെറുപ്പത്തിൽ തന്നെ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ എൻ്റെ ജീവിതത്തിൽ വലിയ ഭാഗ്യം തന്നു. അങ്ങനെ സ്കൂളിംഗ് ഒക്കെ അവിടെ തന്നെ ആയിരുന്നു. അതിനുശേഷം സ്കൂളിങ്ങിന് ശേഷം എൻ്റെ കോളേജ് വിദ്യാഭ്യാസം കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജില് പ്രീ ഡിഗ്രിയും എൻ്റെ ബാച്ചിലേഴ്സ് ഡിഗ്രിയും കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിലാണ് ചെയ്തത്. അവിടെ വെച്ച് കെമിസ്ട്രിയിലെ ബിരുദം എടുത്തിട്ട് 20ാമത്തെ വയസ്സിൽ ഞാൻ മുംബൈയിലേക്ക് എൻ്റെ അപ്പ എന്നെ ഹയർ സ്റ്റഡീസിന് വേണ്ടി ബോംബെക്ക് വിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ദൈവത്തിന്റെ കൃപയാല് അവിടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ എനിക്ക് ക്വാളിറ്റി കൺട്രോൾ കർത്താവ് എനിക്ക് ജോലി തരാനിടയായി. ഹല്ലേലൂയ. ഒരു 3 വർഷം കൊണ്ട് FDA അപ്രൂവ്ഡ് കെമിസ്റ്റ് ആയിട്ട് കർത്താവ് എനിക്ക് ജോലി തന്നു. ഇന്ന് ഈ സാക്ഷ്യം പറയുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിനകത്ത് എൻ്റെ ദൈവത്തോടുള്ള സ്നേഹം ചെറുപ്രായം മുതൽ എനിക്കുണ്ടായിരുന്നു. ചെറുപ്രായം മുതൽ, എന്നാൽ അത് വ്യക്തമായി ഞാൻ അത്രയും തിരിച്ചറിഞ്ഞിരുന്നില്ല. യേശു എന്നെ സ്നേഹിക്കുന്നു. യേശുവിനോട് എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. എൻ്റെ പിതാവ് ഒത്തിരി കഥകൾ പറഞ്ഞു തരുന്ന ഒരാളായിരുന്നു. ഹി വാസ് എ സ്റ്റോറി ടെല്ലർ. അപ്പം ഒത്തിരി കഥകളും അങ്ങനെ ചെറുപ്രായം മുതൽ ആ രീതിയിൽ വളർത്തിക്കപ്പെട്ടു വന്നു. മുംബൈയിൽ വന്നപ്പോഴും ആ ആത്മീയ അന്തരീക്ഷത്തിൽ തന്നെ ജോലിക്ക് പോകുവാനും എൻ്റെ മൂത്ത സഹോദരന്, അദ്ദേഹം ഇന്ന് കർത്തൃ വേലയിലായിരിക്കുന്ന പാസ്റ്റർ തോമസ് മാത്യു, അദ്ദേഹത്തിന്റെ കുടുംബം അവര് അന്നുണ്ട്. എൻ്റെ വേറെ സിസ്റ്ററും ബ്രദറും ആ സമയത്ത് അവിടെ ഉണ്ട്. അപ്പം അവിടെയും വന്നപ്പോ ഫാമിലി അന്തരീക്ഷം. ഹല്ലേലൂയ. എനിക്ക് ഒരു പ്രയാസമില്ല. ഞാൻ വളരെ ഒത്തിരി ഹാപ്പി ആയിട്ടുള്ള ഒരു ചൈൽഡായിരുന്നു. ചെറുപ്പം മുതലേ ആ രീതിയിലാണ് വളർന്നു വന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴ് എൻ്റെ 23ാമത്തെ വയസ്സിൽ എൻ്റെ പിതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഒരു വിവാഹാലോചന വന്നിട്ടുണ്ട്, പെട്ടെന്ന് നാട്ടിലേക്ക് വരണം. അതിനിങ്ങനെ എൻ്റെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. 92 നവംബർ മാസം 16 എൻ്റെ വിവാഹം പോണ്ടിച്ചേരി ജനിച്ചു വളർന്ന ശ്രീ ഉമ്മൻ തോമസിന്റെയും ശോശാമ്മ ഉമ്മന്റെയും സൺ റോബി തോമസുമായിട്ടുള്ള വിവാഹം നടന്നു. അവര് കോഴഞ്ചേരിക്കാരാണ്. എന്നാൽ ചെറുപ്പം മുതലേ പപ്പായും മമ്മിയും അവിടെ ജോലി ആയിരുന്നതിനാൽ അവര് അവിടെയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വിവാഹം വളരെ മംഗളകരമായി പെട്ടെന്നാണ് നടന്നത്. അപ്പം അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ആത്മീയ അന്തരീക്ഷത്തിൽ തന്നെ വളർത്തപ്പെട്ടതാണെങ്കിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ചിന്ത, ഞാൻ നല്ലൊരു ദൈവ പൈതല, എനിക്ക് പ്രത്യേകമായിട്ട് ഇതിനു വേണ്ടി ഒന്നും പ്രാർത്ഥിക്കുകയോ ഉപവസിക്കുകയോ ഒന്നും ചെയ്യണ്ട, എനിക്ക് നല്ലൊരു ആളിനെ തന്നെ ലഭിക്കും. അപ്പൊ അതുപോലെ കണ്ടാലും പുറമെ എല്ലാം വളരെ നല്ലൊരു വ്യക്തിയാണ് ലഭിച്ചത്. അങ്ങനെ വിവാഹം മംഗളമായിട്ട് കോഴഞ്ചേരിയിൽ വെച്ച് നടന്നതിന് ശേഷം ഞങ്ങള് 10 ദിവസം കഴിഞ്ഞപ്പം പോണ്ടിച്ചേരിക്ക് വന്നു. 10 ദിവസം കഴിഞ്ഞ് വന്ന് 10ാമത്തെ ദിവസം 10 ദിവസം കഴിഞ്ഞു. അവിടെ വെച്ച് വലിയ റിസപ്ഷൻ ഉണ്ടായിരുന്നു. റിസപ്ഷൻ പാർട്ടി കഴിഞ്ഞപ്പോഴ് ആ പാർട്ടിയില് അദ്ദേഹം അമിതമായി മദ്യപിക്കുവാനിടയായി. അപ്പൊ ഞാൻ ഒരു കാര്യം ഇതിനിടയ്ക്ക് പറഞ്ഞോട്ടെ. വിവാഹത്തിന്റെ സമയത്തിന് മുമ്പ് തന്നെ എനിക്ക് മദ്യപിക്കുന്നവരെയോ പുകവലിക്കുന്നവരെയോ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. വിവാഹത്തിന്റെ സമയത്ത് ഞങ്ങളിത് ചോദിച്ചപ്പോഴൊന്നും അങ്ങനെ ഒരു ഹിന്റ് പോലും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. അപ്പം ഇത് ഞങ്ങൾ ഒറ്റയ്ക്കാണ് പോണ്ടിച്ചേരിയിലേക്ക് പോയത്. അവിടെ ചെന്നപ്പോഴ് ഈ പാർട്ടി കഴിഞ്ഞ് അദ്ദേഹം മദ്യപിച്ച് ലക്ക് കെട്ട് എല്ലാവരും എടുത്തുകൊണ്ട് വരത്തക്ക രീതിയിലുള്ള ഒരു അനുഭവത്തിലേക്ക് മാറി. എൻ്റെ ഹൃദയം വല്ലാതെ തളർന്നു പോയി. പ്രിയമുള്ളവരെ, നിങ്ങളത് ചിന്തിക്കണം. വളരെ പ്രതീക്ഷയോടുകൂടി ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച, ഒത്തിരി സ്വപ്നങ്ങളുമായിട്ട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ കല്ലുകടിയായിരുന്നത്.
നിങ്ങൾ ഓർക്കണമേ, 23 വയസ്സേ ഉള്ളൂ. നമ്മളെ നാട്ടിൽ ഇപ്പോഴത്തെ ഒരു തലമുറയുടെ അത്ര ഒരു ബോൾഡ്നെസ് ഒന്നുമില്ല. നമ്മൾ വീട് കഴിഞ്ഞാൽ കോളേജ്, അല്ലെ കോളേജ് കഴിഞ്ഞാൽ ജോലി, ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ വളർത്തപ്പെട്ട നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സാഹചര്യം കണ്ടപ്പോൾ അതെനിക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ കേരളത്തിലാണ്, ഇത് വേറൊരു സ്റ്റേറ്റ് ആണ്. എനിക്ക് ആരോടും സംസാരിക്കാനില്ല. എൻ്റെ മാതാപിതാക്കളെ എനിക്ക് അറിയിക്കാൻ എനിക്ക് പേടിയെന്നല്ല, എനിക്ക് ഭയങ്കര സങ്കടം. വളരെ പ്രതീക്ഷയോട് കൂടി ഹല്ലേലൂയ ഒരു വിവാഹത്തിലേക്ക് പ്രവേശിച്ച എനിക്ക് ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലായി. ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിങ്ങനെ ചോദിക്കുന്നൊന്നും അത്ര ഇഷ്ടമായിട്ട് തോന്നിയില്ല. എന്നാൽ ഞാൻ അറിഞ്ഞത്, അദ്ദേഹത്തിന്റെ മാതാവ് പറഞ്ഞത് എന്നോട്, 20ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ പിതാവിന്റെ മരണശേഷം, പോണ്ടിച്ചേരി എന്ന് പറയുന്ന ദേശം എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി മദ്യപാനവും അവിടെ ഇങ്ങനെയുള്ള ഫ്രഞ്ചുകാരും ഒരുപാട് ലൈഫ് ആ രീതിയിൽ കൊണ്ടുപോകുന്ന ആളുകളാണ്. അപ്പൊ എൻ്റെ ഫാദർ ഇൻ ലോ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ചെറുപ്പം മുതൽ ഒത്തിരി സ്ട്രിക്റ്റ് ആയിട്ട് ആയതിനാൽ പിതാവിന്റെ മരണശേഷം വലിയ സ്വാതന്ത്ര്യം ലഭിച്ചതുപോലെ ആയി. അങ്ങനെ ആ രീതിയിലൊരു ലൈഫ് സ്റ്റൈലിലേക്ക് വരികയായിരുന്നു. അപ്പം വിവാഹം ആലോചിച്ച സമയത്ത് എൻ്റെ പിതാവ് ചോദിച്ചിരുന്നു, മദ്യം കഴിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചിരുന്നെങ്കിലും ഒരു മാതാവ് എങ്ങനെയെങ്കിലും ഇദ്ദേഹം രക്ഷപ്പെട്ടു പോട്ടെ എന്നുള്ള ചിന്തയിലായിരിക്കാം ആരും ഒന്നും ആ സമയത്ത് ഇതിനെക്കുറിച്ച് ചെറിയൊരു ഹിന്റ് പോലും തന്നിരുന്നില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ഹൃദയത്തില് ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ നല്ലൊരു കുഞ്ഞാണ്, എനിക്ക് അങ്ങനെയുള്ളൊരു വ്യക്തിയെ വരുത്തുള്ളൂ എന്നൊരു ചിന്തയായിരുന്നു എൻ്റെ ഹൃദയത്തില്. എന്നാൽ ഇങ്ങനെയുള്ള അവസരത്തിൽ കൂടി കടന്നു പോയപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം ഒരിക്കലും നമ്മുടെ കല്യാണ സമയം ആയപ്പോൾ ഇതുപോലുള്ള അഡിക്ഷൻസിന്റെ ട്രീറ്റ്മെന്റും ഒക്കെ എടുത്തിട്ട് ദോഹയിൽ കുറെ നാൾ ജോലി ചെയ്യുന്ന സമയത്താണ് കല്യാണാലോചന വന്നതും. ആ സമയത്ത് നമ്മൾ പുറമെയാണ് നോക്കുന്നത്. അന്ന് നമുക്ക് അങ്ങനെ ഒരു ആത്മീയ പക്വതയില്ല. ഇന്നാണെങ്കിൽ എന്ത് ചെയ്യും? നാം ഉപവസിക്കും, പ്രാർത്ഥിക്കും, കർത്താവിനോട് ആലോചന ചോദിക്കും. ചെറിയ ചെറിയ സ്റ്റെപ്സിനും ആലോചന ചോദിച്ച് മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. അന്ന് അതറിയാനുള്ള ഒരു ആത്മീയ പക്വത നമുക്കില്ല. അപ്പം എൻ്റെ ഫാദർ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാ രീതിയിലും നല്ലൊരു ഇതാണ്. അദ്ദേഹത്തെ കാണാനും സുമുഖനും സുന്ദരനും 6 അടി പൊക്കവും എല്ലാ രീതിയിലും ഒരു നല്ല കാണാൻ നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരാളായിട്ട് കണ്ടപ്പോൾ പെട്ടെന്ന് അതിലേക്ക് നീങ്ങുകയായിരുന്നു. എന്നാൽ 2 തടസ്സങ്ങൾ ഇതിനും ദൈവം കൊണ്ടുവന്നു. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പോണ്ടിച്ചേരിക്ക് പോകാൻ വേണ്ടി പോയപ്പോൾ ഇവർക്ക് ട്രെയിൻ മിസ്സായി. പക്ഷെ ഇവർ ടാക്സി എടുത്ത് അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കയറി പോകാനിടയായി. അപ്പൊ ഇന്നാണെങ്കിൽ നമ്മൾ തടസ്സങ്ങൾ വരുമ്പോൾ വേറെ ചില തടസ്സങ്ങൾ, പ്രകൃതിക്ഷോഭത്തിന്റെ വലിയൊരു തടസ്സം, വലിയൊരു വെള്ളപ്പൊക്കവും ആ സമയത്ത് ഭയങ്കരമായിട്ടുണ്ടാകാനിടയായി. ഇന്ന് ഞാൻ അതൊക്കെ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം ചിലതിനൊക്കെ തടസ്സം വെച്ചതായിരുന്നു, പക്ഷെ നമുക്കറിയുന്നില്ല. പക്ഷെ എന്നെ ഇതിൽ കൂടെ കടത്തിവിടേണ്ട ഒരു കാര്യം ദൈവത്തിനുണ്ടായിരുന്നെന്ന് അത് എൻ്റെ ചിന്തയായിരിക്കാം, എനിക്കറിയത്തില്ല. എന്നാൽ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഇങ്ങനൊരു പ്രശ്നത്തിൽ കൂടെ കടന്നുപോയി അനേക പ്രാവശ്യം എൻ്റെ ജീവൻ നഷ്ടപ്പെടാവുന്ന രീതിയിൽ. എങ്കിലും ഇതൊക്കെ ദൈവം എങ്ങനെയെങ്കിലും കാര്യങ്ങൾ ദൈവം ശരിയാക്കി തരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ മുന്നോട്ട് പോയി. അദ്ദേഹം ആ സമയത്ത് കല്യാണം കഴിക്കുമ്പോൾ അദ്ദേഹം ദോഹയിലായിരുന്നു. ദോഹയ്ക്ക് അദ്ദേഹം മടങ്ങിപ്പോയി. 1 വർഷം ഞാൻ മമ്മിയുടെ കൂടെ നിന്നിട്ട് അവിടെ കമ്പ്യൂട്ടർ കോഴ്സ് ഒക്കെ പഠിച്ചു. ആ സമയം കൊണ്ട് അതിനുശേഷം അദ്ദേഹം ദുബായിലേക്ക് വന്നു. അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പം 94 എന്നെ ദുബായിക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ. ഇതുവരെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് പോവുകയാണ്. അവിടെ ഗൾഫിൽ ചെന്നു. വളരെ സന്തോഷകരമായി ഞങ്ങളുടെ ജീവിതം ആരംഭിച്ചു. 8ാമത്തെ ദിവസം എനിക്ക് ജോലി ലഭിച്ചു. എന്നാൽ അധികം താമസിയാതെ തന്നെ ഏകദേശം 1 മാസത്തിനകം ഞാൻ റിയലൈസ് ചെയ്തത് എൻ്റെ ഹസ്ബൻഡ് വലിയൊരു ആൽക്കഹോളിക് അഡിക്റ്റ് ആണെന്നും അദ്ദേഹം അത്രയും ഒന്നും എനിക്ക് ഉൾക്കൊള്ളാൻ അറിയത്തില്ല. ഇപ്പൊ പറയുന്നത് പോലെ അന്ന് എനിക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലെങ്കിലും അവിടെ വ്യാഴാഴ്ച വൈകിട്ട് തുടങ്ങുന്ന മദ്യപാനം, വെള്ളിയാഴ്ച ചില ദിവസങ്ങൾ ശനിയാഴ്ച ജോലിക്ക് പോകണം, ശനിയാഴ്ച പോകാത്ത രീതിയിലാകുന്ന അനുഭവത്തിലേക്ക് വന്നു. ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത് ഒരു മദ്യപാനിയുടെ ജീവിതത്തിൽ എങ്ങനെയാ
ജീവിതം ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ താളം തെറ്റുന്നതെന്ന് പറയാനാണ് ഞാൻ ഇത്രയും വിശദീകരിക്കുന്നത്. ഇതിനിടയ്ക്ക് 94-ല് എൻ്റെ കുഞ്ഞുണ്ടാകുന്നു. ആ കുഞ്ഞ് അവിടെ ബോണായി കുഞ്ഞിനെ 6-ാം മാസത്തില് മമ്മി പറഞ്ഞു, മമ്മി നോക്കാം. അങ്ങനെ മമ്മിയുടെ അടുത്തുകൊണ്ട് ആക്കിയതിന് ശേഷം ഞങ്ങൾ വീണ്ടും ലൈഫ് തുടർന്നു. എന്നാൽ പ്രിയമുള്ളവർ, എനിക്ക് എല്ലാ ഇൻസിഡന്റും, ഞാൻ കടന്നുപോയ തീവ്രമായ അനുഭവങ്ങളും കണ്ണുനീരുകളും എൻ്റെ ദുഃഖങ്ങളും ഞാൻ അന്നും ആരോടും പറഞ്ഞില്ല എന്ന് നിങ്ങൾ ഓർക്കണം. എൻ്റെ മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ ഫോൺ വിളിച്ച് ഞാൻ ഒരു കാര്യം പോലും പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ മാതാവുണ്ട്, അദ്ദേഹത്തിന്റെ പിതാവ് നേരത്തെ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ 20-ാമത്തെ വയസ്സ് അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചു. അദ്ദേഹത്തിന് 2 സിസ്റ്റേഴ്സ് ആണ്, ഇളയ ആൾക്കാരാണ്. അവർ കല്യാണം കഴിച്ചതാണ്. ഏറ്റവും അവസാനമാണ് എൻ്റെ ഹസ്ബൻഡ് റോബിച്ചാൻ കല്യാണം കഴിക്കുന്നത്. അപ്പം എനിക്ക് ആരോടും പറയാനായിട്ട് ഒരു ധൈര്യമില്ലെന്ന് മാത്രമല്ല, എൻ്റെ ഹൃദയത്തിൽ അന്ന് എൻ്റെ ചിന്ത, എനിക്ക് പറയുന്നത് മറ്റുള്ളവരോട് പറയുമ്പോൾ ഭയങ്കര ഷെയിമാ. ഇത്രയും സ്വപ്നത്തോടു കൂടി കല്യാണം കഴിച്ചു വിട്ടിട്ട് ഇങ്ങനെ എൻ്റെ അവസ്ഥ ആയല്ലോ എന്നൊരു ദുഃഖവും ഭാരവുമായി ഞാൻ ഇങ്ങനെ കഴിഞ്ഞു പോവുക. അങ്ങനെ ഇരിക്കുമ്പോൾ ചില 1-2 ഇൻസിഡൻസ് മാത്രം, ഞാൻ കടന്നുപോയ തീവ്രമായ അനുഭവങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ദിവസം അവിടെ ഒരു എക്സ്പോയിൽ എന്തോ പ്രോഗ്രാം നടക്കണം, നമുക്കതിന് പോകാം എന്നൊന്ന് ചോദിച്ചതേ ഉള്ളൂ. അതിനെ തുടർന്ന് വലിയ പ്രയാസം ഉണ്ടാകുകയും അദ്ദേഹം ദുബായിലിരിക്കുന്ന അദ്ദേഹത്തിന്റെ കസിൻസിനെ ഒക്കെ വിളിച്ചു വരുത്തി പെട്ടെന്ന് ഈ വ്യക്തിയെ നാട്ടിലേക്ക് വിടണം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് ആ രാത്രിയിൽ തന്നെ എൻ്റെ തുണികളോ ഒന്നും എടുക്കാതെ എന്നെ ആ രാത്രിയില് അവിടെ നിന്ന് ദുബായിക്ക് അവരുടെ കൂടെ വിട്ടു. ഞാൻ അവരോട് പറഞ്ഞു, എന്നെ കേരളത്തിലേക്ക് വിടരുത്, എൻ്റെ പേരൻസ് തകർന്നു പോകും, എൻ്റെ ബോംബെയിലേക്ക് എൻ്റെ ബ്രദർ ഉണ്ട്, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എന്നെ വിട്ടാൽ മതി എന്ന് ഞാൻ പറയാനിടയായി തീർന്നു. അങ്ങനെ പെട്ടെന്ന് അവരെ അറിയിച്ചു. രാത്രിയിൽ അവിടെ വന്ന് ഇറങ്ങുമ്പോഴ് ഓർക്കണമേ, വളരെ പ്രതീക്ഷയോടെ കല്യാണം കഴിച്ച ഒരു പൈതല് ഒന്നുമില്ലാത്തവളെ പോലെ അവിടെ വന്ന് ഇറങ്ങുന്ന ഒരു അനുഭവം. മൊബൈൽ പോലും എൻ്റെ കയ്യിലില്ല, മൊബൈൽ പോലും തന്നിട്ടില്ല. അങ്ങനെ ഒരു അനുഭവത്തിൽ ഞാൻ അന്ന് അവിടെ രാത്രിയിൽ ഇറങ്ങുവാനിടയായി. എന്നാൽ എൻ്റെ പ്രിയ ബ്രദറും എൻ്റെ സിസ്റ്ററിലോയും ഇസ്മാമയും അവർ വളരെ സ്നേഹത്തോടെ എന്നെ കൈക്കൊള്ളുകയും ഒത്തിരി കാര്യങ്ങളൊക്കെ അവിടെ നടക്കാൻ. ഇതിനിടയ്ക്ക് നടന്നത്, ആ രാത്രിയിൽ അദ്ദേഹം കേരളത്തിലേക്ക് വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, മിനി ഈസ് ഡെഡ്, ഹർ ഡെഡ് ബോഡി ഈസ് ഇൻ ദ മോർച്ചറി. അപ്പൊ ഒന്ന് ഓർക്കണം, ഞാൻ ബോംബെയിൽ വന്നത് എൻ്റെ നാട്ടിൽ അറിയുന്നില്ല. മിനി ഈസ് ഡെഡ്, ഹർ ഡെഡ് ബോഡി ഈസ് മോർച്ചറി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴ് അവിടെ നാട്ടിലെല്ലാവരും അങ്ങ് ഭീതിയിലായി. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ഭയങ്കരമായ നിലവിളിയോടുകൂടി ബോംബെക്ക് വിളിക്കുമ്പോഴാണ് അറിയുന്നത് ഞാൻ സേഫ് ആണ്. അങ്ങനെ അത്രമാത്രം മദ്യപിച്ച് കഴിയുമ്പോൾ ഒരു വല്ലാത്ത വയലൻസിലേക്ക് പോകുന്ന അനുഭവത്തിൽ കൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നു, പ്രിയമുള്ളവരെ. എന്നാൽ 15 ദിവസത്തിനകം ഇദ്ദേഹം ഞാൻ വന്നില്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യും, അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞ് തിരിച്ചു പോകാനിടയായി. അങ്ങനെ ലൈഫിനകത്ത് ഒത്തിരി പ്രതികൂലത്തിനകത്തൂടെ ഇതിനിടയ്ക്ക് സന്തോഷകരമായ അനുഭവങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, ഞാൻ എത്ര അദ്ദേഹത്തിന് വേണ്ടി കരഞ്ഞു, പ്രാർത്ഥിച്ചു, അദ്ദേഹത്തെ ഉപദേശിച്ചു, എത്ര പറഞ്ഞിട്ടും ഈ സ്വഭാവത്തിൽ നിന്നൊരു മാറ്റം ഉണ്ടായില്ല. 97-ല് മോനുണ്ടായതിനു ശേഷം അദ്ദേഹം കേരളത്തിലേക്ക് വന്നു. കേരളത്തിൽ നിന്ന് വന്നെങ്കിലും അദ്ദേഹം പോണ്ടിച്ചേരിക്ക് മടങ്ങിപ്പോയി. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇരിക്കുമ്പോൾ എൻ്റെ മാതാവിന്റെ ഫോൺ വരിക, എൻ്റെ മദറിലോയുടെ ഫോൺ വരിക, മോളെ പെട്ടെന്ന് നീ പോണ്ടിച്ചേരിക്ക് വരണം, എനിക്ക് തന്നെ റോബിയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, യു കം. അങ്ങനെ കൈക്കുഞ്ഞുമായിട്ട്, എൻ്റെ 2ാമത്തേത് ആൺകുഞ്ഞാണ്, കൈക്കുഞ്ഞുമായിട്ട് 35-ാമത്തെ ദിവസം ഞങ്ങള് അവിടെ ചെന്നു. ആ രാത്രിയിൽ തന്നെ, പ്രിയമുള്ളവരെ, ഇദ്ദേഹത്തെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നത്തില്ല, പക്ഷെ അദ്ദേഹം പെട്ടെന്ന് വയലന്റ് ആകുകയും അന്ന് രാത്രിയിൽ തന്നെ ആ ഭവനത്തിൽ നിന്ന് ഞങ്ങളെ കൈക്കുഞ്ഞുമായിട്ട് പുറത്തേക്ക് പോകേണ്ട ഒരു അനുഭവം ഞങ്ങൾക്ക് വന്നു. ഹല്ലേലൂയ. എൻ്റെ ജീവിതം ദാവീദ് ശൗലിനെ ഓടിച്ചതുപോലെ ഹല്ലേലൂയ ഒത്തിരി ഓട്ടത്തിൽ കൂടെ ഞാൻ പോകേണ്ടി വന്നു. അതിന് ശേഷം ഞാൻ ചുരുക്കം പറഞ്ഞോട്ടെ, ചെന്നൈയില്, ബോംബെയില്, പോണ്ടിച്ചേരിയിലൊക്കെ പല സ്ഥലത്ത് ഞങ്ങൾ മാറി മാറി താമസിക്കാനിടയായി. ഈ സമയത്തെല്ലാം എൻ്റെ മദറിലോ വന്ന് എൻ്റെ കൂടെ താമസിക്കാനിടയായി. ഇങ്ങനെ ഇരിക്കുമ്പം എവിടെ പോയാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇദ്ദേഹം ഞങ്ങളെ കണ്ടുപിടിച്ചു വരും. അനേക പ്രാവശ്യം എൻ്റെ ജീവൻ നഷ്ടപ്പെടാവുന്ന രീതിയിൽ ഒരു പ്രാവശ്യം ഗ്യാസിന്റെ സിലിണ്ടർ വെളിയിൽ വെച്ച് ഓപ്പൺ ചെയ്യുവാനിടയായി. അപ്പം ഈ ചെയ്യുന്നതൊക്കെയും
ഒരിക്കലും നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റത്തില്ല. അതുപോലുള്ള വിഷയങ്ങൾക്കകത്തൂടെ, പീഡനത്തിനകത്തൂടെ എൻ്റെ പ്രഗ്നൻസിയിൽ ഒക്കെ ഞാൻ കടന്നുപോയി. എന്താ പറയുന്നേ, അടുത്തുള്ളവർ പോലും, എൻ്റെ കൂടെ നടക്കുന്ന സുഹൃത്തുക്കൾ പോലും ഞാൻ ട്രിവാൻഡ്രത്ത് വന്ന് ജോലി ചെയ്യുമ്പോൾ എൻ്റെ ഒരു വ്യക്തികൾക്ക് പോലും ഞാൻ ഇത്രയൊരു പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെന്ന് പറയത്തില്ലായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, ആ സമയത്ത് ഞാൻ നിങ്ങളോട്, പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം, പിശാചിന്റെ പ്രവൃത്തി എനിക്ക് അധികം വർണ്ണിക്കണ്ട. ഓക്കെ, അത് മാത്രമല്ല, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാ ദൈവപുത്രൻ പ്രത്യക്ഷനായത്, അവന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ. അതുകൊണ്ടാണ് ഞാൻ കടന്നുപോയ വേദനയാണെങ്കിലും പ്രതികൂലത്തിന്റെ നടുവിൽ 2 കൈക്കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട്, 2 കൊച്ചു കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് ഞാൻ ഓടിയ രംഗങ്ങൾ ഓർത്താൽ അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാകുമോ എന്ന് എനിക്ക് അതിന്റെ. അങ്ങനെ ഇരിക്കുമ്പം ഞങ്ങൾ തീരുമാനിച്ചു, കുഞ്ഞുങ്ങൾക്ക് അപ്പോഴത്തേന് സ്കൂളിങ്ങിന്റെ ടൈമായി, കേരളത്തിലേക്ക് പോകാം. അങ്ങനെ എറണാകുളം ഞങ്ങൾ തിരഞ്ഞെടുത്തു. എറണാകുളത്ത് അന്ന് എൻ്റെ സിസ്റ്റർ ഉണ്ട്. അങ്ങനെ കൊച്ചിയിൽ ഞങ്ങൾ വന്ന് ഒരു വീടെടുത്ത് ഞങ്ങൾ സമാധാനമായിട്ട് ഇദ്ദേഹത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നോർത്ത് ഞങ്ങൾ ജീവിതം ആരംഭിച്ചു. പ്രിയമുള്ളവരെ, ഇതിനിടയ്ക്ക് എൻ്റെ സഹോദരങ്ങളും ഇവരെല്ലാം വിവരങ്ങൾ അറിയുവാൻ ഇടയായിരുന്നു. അവരെന്ത് ചെയ്യണം, എല്ലാവരും പറഞ്ഞു ഡിവോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ മദർ ഇൻ ലോ എന്നിട്ട് ഒരു ദിവസം പറഞ്ഞു, മോളെ ഡിവോഴ്സ് ചെയ്യും. ഞാൻ പറഞ്ഞു ഞാനത് ചെയ്യത്തില്ല. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം ഞങ്ങൾ എറണാകുളത്ത് ഞങ്ങളുടെ ജീവിതം ആരംഭിച്ച ശേഷം, അപ്പൊ വളരെ സമാധാനമായിട്ട് മമ്മി ഉള്ളത് കൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട്. കാരണം ആ മാതാവിനും വേറെ ആരുമില്ല. ഞങ്ങൾ അന്യോന്യം സന്തോഷിച്ച് സഹകരിച്ചു പോവുകയാണ്. മമ്മി വളരെ എന്നെ സ്നേഹിക്കുന്നു. മമ്മിയുടെ ഹൃദയത്തിൽ വലിയ ഭാരമുണ്ടായിരുന്നു, അറിയിക്കാതൊക്കെ ഇത് നടത്തിയതിലുള്ള ഭാരം. എങ്കിലും അത് പറഞ്ഞ് ഞാൻ ഒരിക്കൽ പോലും ആ മാതാവിനെ വേദനിപ്പിക്കാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ യേശുവിനെ അടുത്തറിയാൻ വേർപെട്ട ഒരു മാർഗത്തിലേക്ക് എങ്ങനെയാ വന്നതെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞോട്ടെ. 1999 ഗ്രേസ് മിനി ഹാളിൽ വെച്ച് ഒരു മീറ്റിംഗ് നടക്കുന്നു. അപ്പൊ അന്ന് ഇങ്ങനെ പേപ്പറിൽ അഡ്വർടൈസ്മെന്റ് വന്നു, മദ്യപാനത്തിന്, മയക്കുമരുന്നിന് അടിമയായവരെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞാൻ ആ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുകയും എൻ്റെ ഹൃദയത്തിൽ വലിയ സന്തോഷം കർത്താവ് തരികയും ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്രായം മുതൽ ഞാൻ കർത്താവിൽ ആശ്രയിച്ച് ജീവിച്ച ഒരു വ്യക്തി. എന്നാൽ ഈ അനുഭവം കണ്ടപ്പം ഞാൻ വിചാരിച്ചു, കർത്താവ് ഇങ്ങനൊരു അനുഭവം ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് യേശുവിനെ കൂടുതലായിട്ട് അറിയണം, ഈ യേശുവിനുമായിട്ട് എനിക്ക് സഹിത്വത്തിൽ പോകണം. അങ്ങനെ ഞാൻ മുന്നോട്ട് വളരെ അന്ന് രാത്രി എൻ്റെ ജീവിതത്തെ വീണ്ടും ഞാൻ റീഡെഡിക്കേറ്റ് ചെയ്യുവാനിടയായി. റീഡെഡിക്കേറ്റ് ചെയ്ത് ഞാൻ മടങ്ങി വന്നിട്ട് ഞാൻ ആ ദൈവസഭയോട് ചേർന്ന് അവിടെ പോകുവാൻ ആരംഭിച്ചു. അങ്ങനെ വീണ്ടും 2000 ജനുവരി 2-ാം തീയതി കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഹല്ലേലൂയ. സ്നാനം സത്യമാണെന്നും അതിനെക്കുറിച്ച് ഞാൻ വളരെ പഠിച്ചു. ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ചോദിച്ചു, കർത്താവെ ഞാനിത് ചെയ്യണോ? വേർപെട്ട ഒരു ആരാധനയ്ക്ക് വേണ്ടി കർത്താവിനെ അങ്ങനെ തെരഞ്ഞെടുത്തതിനായി ഞാൻ ആരുടെയും ചോദിച്ചില്ല. എന്നാൽ എൻ്റെ മദറിലോയും എൻ്റെ വീട്ടുകാരും എല്ലാവരും സന്തോഷത്തോടെ, എൻ്റെ ഹസ്ബൻഡ് മാത്രം അറിഞ്ഞില്ല, ഞാനത് ആ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുകയും ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുകയും ചെയ്ത സമയത്ത് 5 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും കണ്ടുപിടിച്ച് കൊച്ചിയിൽ എത്തിച്ചേർന്നു. എറണാകുളത്ത് എത്തിച്ചേർന്ന് അദ്ദേഹം വളരെ ഒരു സറണ്ടർ ചെയ്ത് അദ്ദേഹം പറഞ്ഞു, ഞാനും യേശുവിനെ സ്വീകരിപ്പാൻ തയ്യാറാ. അങ്ങനെ ആ കർത്താവിന്റെ ദാസനിൽ കൂടെ തന്നെ അദ്ദേഹം സ്നാനപ്പെട്ട് അദ്ദേഹം ഒരു ദൈവകൃപയിലേക്ക് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, കർത്താവ് ഇതോടുകൂടി എല്ലാം ശരിയായി എന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പതുക്കെ അദ്ദേഹം പുകവലിയിലേക്ക് മാറി, പുകവലിക്കാൻ തുടങ്ങി, രഹസ്യമായിട്ട് പുകവലിക്കാൻ തുടങ്ങി. അന്ന് എറണാകുളത്തെ ദൈവസഭകളില് ഹല്ലേലൂയ 1-2 സ്ഥലത്ത് ഞങ്ങൾ അന്ന് പോകാനിടയി. അവരെല്ലാം വളരെ സ്നേഹത്തോടെ ഇദ്ദേഹത്തെ കൊണ്ടു നടന്നു. ഇതിനിടയ്ക്ക് നമ്മുടെ ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ PR ബേബി, അദ്ദേഹത്തിന്റെ പേര് മാത്രം ഞാൻ പറയാൻ, വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ കൊണ്ടു നടന്നു. അദ്ദേഹത്തിന്റെ മീറ്റിങ്ങുകളെല്ലാം കൊണ്ടുപോകും. ഞങ്ങൾ അവിടുത്തെ മീറ്റിങ്ങുകളിൽ ഞങ്ങൾ ഒന്നിച്ച് കുടുംബമായിട്ട് സാക്ഷ്യം പറയാനിടയായി. അങ്ങനെ ഒരു
അവസരത്തിലേക്ക് വന്നുവെങ്കിലും ഏകദേശം ഒരു 5-6 മാസത്തിനുള്ളിൽ വീണ്ടും വളരെ പ്രതികൂലത്തിൽ കൂടെ പോയി. എറണാകുളത്ത് നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കൂടെ കടന്നുപോയി. പ്രിയമുള്ളവരെ, ആ സമയത്തൊക്കെയും ഞാൻ എങ്ങനെയാ നിങ്ങളോട് പറയുന്നത്, ഒരു വാക്കുകൊണ്ട് പറഞ്ഞാൽ തീരുന്ന ഒരു അനുഭവമല്ല. ഒരു വ്യക്തി എങ്ങനെ ജീവിക്കും, എങ്ങനെ മുന്നോട്ട് പോകും, എല്ലാം എനിക്ക് നമ്മള് പറയത്തില്ലേ, വിവാഹത്തിന്റെ സമയത്ത് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ പറയുമല്ലോ, നിന്റെ സുഖത്തിലും നിന്റെ ദുഃഖത്തിലും നിന്റെ ഇല്ലായ്മയിലും നിന്റെ ഉണ്മയിലും ഞാൻ നിന്നെ കരുതാമെന്ന് പറഞ്ഞ് ഉഭയസംബന്ധം ചെയ്ത വ്യക്തി ഇന്ന് നമ്മളെ നോക്കാതെ, നമ്മളുടെ ആ കാര്യങ്ങൾ ചെയ്യാതെ വണ്ണം, നമ്മളെ ജീവിക്കാൻ പോലും അനുവദിക്കാതെ വണ്ണം ആയ ഒരു അവസ്ഥയിൽ പ്രിയമുള്ളവരെ ഞാൻ കടന്നു പോയെങ്കിലും എൻ്റെ യേശു എൻ്റെ സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത്. ഞാൻ അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തതാണ് ഞാൻ വിവരിക്കുന്നത്. ഞാൻ തകർന്നു പോയ തരിപ്പണമായി ഈ ലോകത്തിൽ എൻ്റെ പൊടി പോലും കിട്ടത്തില്ല എന്ന അനുഭവങ്ങള് എൻ്റെ ജീവിതത്തിലുണ്ടായി. അത് എനിക്ക് എല്ലാവരോടും എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയാൻ ഒക്കാത്തത് കൊണ്ട് ഞാനത് വിളിച്ചു പറയുന്നില്ല. എന്നാൽ എറണാകുളത്തായിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം മഴ കൊണ്ടായിട്ട് എന്നെ ഒരു 25 മിനിറ്റോളം ഒരു വലിയ ഒരു കത്തി മുൾമുനയിൽ എന്നെ നിർത്തിയ ഒരു അനുഭവം ഉണ്ടായി. അത് കുഞ്ഞുങ്ങളൊക്കെ വന്ന് കെട്ടിപ്പിടിച്ചു. ഇദ്ദേഹം അങ്ങനെ തന്നെ എന്നെ നിർത്തി. അങ്ങനെ അനേക കണ്ണുനീരിന്റെ, എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ, ഇന്ന് ആരെങ്കിലും ഈ മദ്യപാനത്തിന്റെ ആസക്തിയിൽ ഭാരപ്പെടുന്ന പ്രിയ ദൈവമക്കളെ ആരെങ്കിലും നിങ്ങൾ ഇന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശുവിൽ ആശ്രയിച്ചാൽ അവൻ നിന്റെ പരിചയും പലകയും നിന്റെ കോട്ടയും നിന്റെ ശരണവും, നീ ആശ്രയിക്കുന്ന ദൈവവും, ആ കഷ്ടകാലത്ത് കൈവിടാത്ത ദൈവം നിന്നെ താങ്ങുമെന്ന് പറഞ്ഞാൽ അവൻ ദൂതനെ അയച്ച് താങ്ങി. അവൻ എന്നെ പ്രൊട്ടക്ട് ചെയ്തു. ഹല്ലേലൂയ. അനേക സന്ദർഭങ്ങളിൽ ഹല്ലേലൂയ ദൂതന്മാരെ അയച്ച് പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെ എനിക്ക് പ്രൊട്ടക്ഷൻ എൻ്റെ കർത്താവ് തന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തന്നു. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ എറണാകുളത്ത് നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വീണ്ടും വന്നപ്പോൾ മോൾക്ക് ഹല്ലേലൂയ, കുഞ്ഞുങ്ങൾ 2 പേര് ചെറുപ്രായമാണ്. അവർ സ്കൂളിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ സമയത്ത് എൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ നന്ദിയോട് ഓർക്കുന്നത്, എറണാകുളത്ത് ഒരു സ്കൂള് ഒരു ബോർഡിങ് പറഞ്ഞു. അവർ പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങളെ അവരെ എടുക്കാനിടയായി. അതിനുശേഷം എനിക്ക് അവരെ പിന്നെ മൈലപ്ര മൗണ്ട് ബദനിയിലേക്ക് മാറ്റി. ചെറുപ്രായം, മോൻ അന്ന് 6 വയസ്സ് തുടങ്ങുന്നേ ഉള്ളായിരുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിനകത്ത് ഒരു പൈതങ്ങളെ ഞാൻ ചിന്തിച്ച ഒരു കാര്യമേ ഉള്ളൂ, ഞാൻ നാട്ടിൽ ചെന്ന് നിന്ന് കർത്താവേ എൻ്റെ ജീവിതം ഇനിയും എന്താകും, എനിക്ക് മാതാപിതാക്കളെ ഞാൻ ആശ്രയിക്കാതെ. ഞാൻ നിങ്ങളോടൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ഡാർക്കസ്റ്റ് മൊമെന്റില് എൻ്റെ സഹോദരങ്ങളിലോ എൻ്റെ മാതാപിതാക്കളിലോ എൻ്റെ മദറിലോയിലോ അല്ലെങ്കിൽ വേറെ എന്നെ സ്നേഹിച്ച പലരിലോ ആശ്രയിക്കാതെ ഞാൻ യേശുവിലേക്ക് ചാരി. പ്രിയമുള്ളവരെ, നമുക്ക് ചാരുവാൻ ഒരു മാറുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ചാരുവാൻ ഒരു മാറുണ്ട്. എന്നെ ഇത്രത്തോളം അടുത്തറിയാവുന്ന, എന്റെ ഇന്ന് മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ, എന്നാൽ എന്റെ നാളെ അറിയുന്ന, എന്റെ ഇന്നലകളെ അറിയാമായിരുന്ന കർത്താവിന് സകല മഹത്വം ഞാൻ അർപ്പിക്കുക. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്കൊരു ജോലി വേണം. അങ്ങനെ എൻ്റെ കസിൻ മോളിൽ കൂടെ എനിക്ക് ട്രിവാൻഡ്രത്തൊരു ജോലി കിട്ടാനിടയായി. അപ്പൊ എൻ്റെ ഹൃദയത്തിലെ സമാധാനം, ഇനി ട്രിവാൻഡ്രത്തേക്ക് ഇദ്ദേഹം വരത്തില്ല, ഒരു രീതിയിലും എല്ലാം രഹസ്യമായിട്ട് ഓടുന്നേന്ന് ഓർത്തോണം. അപ്പോഴത്തേനും മമ്മി പോണ്ടിച്ചേരിക്ക് മടങ്ങിപ്പോയി. എറണാകുളത്ത് ഇത്രയും റോബ്ഷാൻ സ്നാനപ്പെട്ട് വന്നപ്പോഴത്തേനും മമ്മി പറഞ്ഞു, ഇനി നിങ്ങളുടെ ജീവിതം നിങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞ് മമ്മി മടങ്ങിപ്പോകുവാനിടയായി. എന്നാൽ അതിനുശേഷം ഞാൻ ട്രിവാൻഡ്രത്ത് വന്നു. ദൈവം എനിക്ക് ജോലി തന്നു, കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു, ഏറ്റവും നല്ല സ്കൂളിൽ അവർക്ക് അഡ്മിഷൻ എടുത്തു. അങ്ങനെ വീണ്ടും ഞങ്ങളുടെ ജീവിതം ആരംഭിച്ച പ്രിയമുള്ളവരെ, വീണ്ടും അദ്ദേഹം, ഞാൻ പറഞ്ഞില്ലേ എങ്ങനെ ദാവീദിനെ ശൗൽ ഓടിച്ചു, ആ സമയത്ത് വീണ്ടും എന്നെ കണ്ടുപിടിക്കാനിട. എന്ത് സംഭവിക്കുന്നെന്ന് വെച്ചാല് വളരെ നൈസായിട്ട്, അപ്പം ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിട്ടെ, ഇദ്ദേഹത്തോടെ വളരെ ക്ഷമിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. മരണകരമായ വഴികളിൽ കൂടെ ഒക്കെ കടന്നുപോയെങ്കിലും എന്തോ ഭയങ്കര സ്നേഹമായിരുന്നു. കാരണം ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ വന്നുള്ള അദ്ദേഹത്തോട് എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു, കരുതലായിരുന്നു, എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇതിനിടയ്ക്ക് ആൽക്കഹോളിക് അഡിക്ഷനകത്ത് അനേക സന്ദർഭങ്ങൾ കൂടി കടന്നു പോകുവാനിടയായി. എന്നാല് അതിൽ കൂടെ ഒക്കെ പോയിട്ടും അതിൽ നിന്നൊന്നും
അല്പസമയത്തേന് അദ്ദേഹം നല്ലതായിട്ടിരിക്കും. അതിനുശേഷം വീണ്ടും പ്രയാസത്തിലേക്ക് കടന്നു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായി. അങ്ങനെ ട്രിവാൻഡ്രത്ത് ഞങ്ങളായിരിക്കുന്ന സമയത്ത് കർത്താവ് വചനത്തിൽ പറയുന്നുണ്ടല്ലോ, കണ്ണുനീരിനെ കണ്ട ദൈവം, നിന്റെ ഉഴൽച്ചകളെ കണ്ട ദൈവം. അങ്ങനെ എനിക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറന്നു. പ്രിയമുള്ളവരെ, ഞാൻ പോലും അറിയാതെ, ഞാൻ പോലും ചിന്തിക്കാതെ, ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാതെ 2007 എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ, അവർ കുടുംബമായിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഓസ്ട്രേലിയക്ക് പോവുക, സൂസൻ വരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നുണ്ട്, ഞാനൊരു കെമിസ്റ്റ് ആണ്, ഡെഫിനറ്റ് ആയിട്ട് അത് വെച്ച് അപ്ലൈ ചെയ്തു. 2009 ആയപ്പോഴത്തേന് ദൈവം ഓസ്ട്രേലിയക്കുള്ള വഴി, പ്രിയമുള്ളവരെ, എനിക്ക് തുറന്നു. ഓർക്കണമേ, കേരളത്തിലോ ഇന്ത്യയിലോ മിഡിൽ ഈസ്റ്റിലോ ഏത് സ്ഥലത്ത് പോയാലും അവിടെ നമ്മെ തേടി വരുന്ന അദ്ദേഹം വന്നേനെ. എന്നാൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഒരിക്കലും, കാരണം അദ്ദേഹത്തോടുകൂടി പിന്നെ ജീവിക്കാൻ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ഒരിക്കലും ഡിവോഴ്സ് ചെയ്തില്ല. അദ്ദേഹത്തെ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു, പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ 2009 നവംബറില് ഈ ദേശത്തേക്ക് കടന്നു വരുവാൻ ഇടയായി. എൻ്റെ ജീവിതം കണ്ണുനീരിന്റെ കയ്പിന്റെ അനേക സന്ദർഭത്തിൽ കൂടി കടന്നു പോയപ്പോൾ ഞാൻ അനുഭവിച്ച യേശുവിന്റെ സ്നേഹം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഞാൻ അന്ന് 2 വീലർ ട്രിവാൻഡ്രത്ത് ഓടിക്കുമ്പോൾ, ഞാൻ ഹെൽമെറ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ കണ്ണുനീര് മൊത്തം, ഞാൻ വണ്ടി ഓടിക്കുമ്പോഴേ ചിലപ്പോൾ കണ്ണുനീര് കൊണ്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ സമയത്ത് അവിടുന്ന് വരുന്നതിന് മുമ്പുള്ള 1-2 അനുഭവങ്ങളോട് എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഞാൻ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടതിന് ശേഷം എനിക്ക് സഹായിക്കാനായിട്ട് ഒരു ആന്റി വരും. ഞാൻ ആ സമയത്ത് മുറിയിലോട്ട് കയറും. ഞാൻ ഏകദേശം 1 മണിക്കൂറോളം ദൈവസന്നിധി പ്രാർത്ഥിക്കും. കർത്താവിന്റെ സന്നിധിയിൽ എൻ്റെ ഹൃദയങ്ങളെ പകരും. എന്തിനാണെന്നറിയാമോ? മറ്റുള്ളവരുടെ അടുത്ത് എന്നെ കാണുന്നവർ ആർക്കും തോന്നത്തില്ല ഞാനൊരു പ്രശ്നമുള്ള വ്യക്തിയാണ്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വിങ്ങുന്ന വേദനകളോ നിങ്ങൾ തകരുന്ന അവസ്ഥകളോ ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരു കാര്യമേ പറയാനുള്ളൂ. യേശു ജീവിക്കുന്നു, അതിനാൽ ഞാനും ജീവിക്കുന്നു. എൻ്റെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും ജീവിക്കുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങള് കൂട്ടി കൊണ്ടുപോകണ്ട. നമുക്ക് ചാരാൻ ഒരു ദൈവസന്നിധി ഉണ്ട്. ആ സമയത്ത് ദൈവം എനിക്കൊരു വചനം തന്നു. യെശയ്യാപ്രവചനം 54-ാം അധ്യായം 10-ാം വാക്യം, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. അരിഷ്ടയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട ആശ്വാസമറ്റുള്ളവേ, ഞാൻ നിന്റെ കല്ലഞ്ജനത്തിൽ പതിക്കുകയും നീലക്കല്ലുകൊണ്ട് നിന്റെ അടിസ്ഥാനം ഇടുകയും ചെയ്യും. ആ വചനം താഴോട്ടുണ്ട്. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ല. പ്രിയമുള്ളവരെ, ഇതിനിടയ്ക്ക് 1-2 കാര്യങ്ങൾ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. ചെറുപ്പം മുതലേ വചനം എൻ്റെ ഹൃദയത്തില് ഭയങ്കര ധൈര്യം തരുന്നതായിരുന്നു. എത്ര പേര് വന്ന് പറഞ്ഞെങ്കിലും വചനം എന്നെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒരു വചനത്തിൽ കൂടി ഒരു വാക്ക് കിട്ടിയാൽ അതിൽ കയറി ഞാൻ പിടിക്കും. അതിനകത്ത് വലിയ ശക്തി ഉണ്ട് എന്നും, അത് പാറയെ തകർക്കുന്ന ചുറ്റികയാണെന്നും, അത് തീ പോലെ സഞ്ചരിക്കുന്നതാണെന്നും എനിക്കറിയാമായിരുന്നത് കൊണ്ട് ആ വചനത്തെ ഞാൻ കയറി പിടിക്കുമായിരുന്നു. അതുപോലെ സ്വപ്നത്തിൽ കൂടെ, ദർശനത്തിൽ കൂടെ ദൈവം എന്നോട് സംസാരിക്കുമായിരുന്നു. ഓസ്ട്രേലിയക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ എന്നോട് കർത്താവിന്റെ ആത്മാവ് ഒരു പാട്ട് ഇങ്ങനെ ഹൃദയത്തിൽ തന്നുകൊണ്ടിരിക്കുക. ജീവന്റെ നായകൻ കൂടെയുണ്ടല്ലോ, തളർന്നു പോകുവാൻ, അലഞ്ഞു പോകുവാൻ അനുവദിക്കയില്ല, നല്ലിടയൻ ആലയിൽ ചേർത്തിടും. വർഷങ്ങൾക്ക് മുൻപേ മാരാമൻ കൺവെൻഷനിൽ കേട്ട ആ ഗാനം ഒരു രാത്രിയിൽ ഇങ്ങനെ വരിക. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്കറിയാത്ത ഒരു രാജ്യത്തേക്ക് ഞാൻ എങ്ങനെ പോകും? എന്നെ ആര് സഹായിക്കും? ആരവിടെ എനിക്ക് വേണ്ടിയുണ്ട്? പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കണമോ? അങ്ങനെ ഞാൻ ഈ ദേശത്തേക്ക് വന്നു. കർത്താവ് എന്നെ മനോഹരമായിട്ട് നടത്തിയ 1-2 അനുഭവങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. അന്ന് ഇവിടെ വരുമ്പോൾ എൻ്റെ മക്കളുമായിട്ടാണ് ഞാൻ ഒന്നിച്ച് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നത്. എനിക്ക് ജോലിയില്ല. ഇവിടെ സ്കിൽഡ് മൈഗ്രൻ്റ് ആയിട്ട് വരുമ്പോൾ എൻ്റെ കസിൻസ് മെൽബണിലുണ്ട്. അവരുടെ കൂടെ വന്ന് കുറച്ച് ദിവസം താമസിച്ചു. പക്ഷെ എൻ്റെ വിസ പ്രകാരം എനിക്ക് വേറൊരു സ്റ്റേറ്റിലേക്ക്, അഡിലേഡിലേക്ക് വരണം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് എൻ്റെ കസിൻസ് ചോദിച്ചു, മിൻ ചേച്ചി, അവിടെ ആരുണ്ട് എന്ന് ചോദിക്കാൻ ഇടയായി. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ധൈര്യത്തിന്റെ ഒരു 100 ഇരട്ടി ധൈര്യം എനിക്ക് അന്ന്. ധൈര്യം എന്ന് പറഞ്ഞാൽ യേശുവിനുള്ള ധൈര്യം. എനിക്കറിയത്തില്ല, എനിക്ക് വേണ്ടി
വഴി തുറന്ന ഒരു കർത്താവിന് എന്നെ നടത്തുവാൻ ശക്തൻ എന്നുള്ള ഒരു വലിയ വിശ്വാസം എന്നെ ഭരിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ഭയങ്കര ധൈര്യമാണ്. അങ്ങനെ ഇവിടെയുള്ള ഒരു ദേവദാസനുമായിട്ട് ബന്ധപ്പെടുവാനും എന്നെ ഹല്ലേലൂയ 3-4 സഹോദരങ്ങൾ വന്ന് എന്നെ വന്ന് പിക്ക് ചെയ്യുവാനും എന്നെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്ന് 1 മാസം അവരുടെ വീടിനകത്ത് ആ വീട്ടിൽ എന്നെ താമസിപ്പാനിടയായി. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒത്തിരി അവരോടെല്ലാം ഉള്ള നന്ദിയും ബഹുമാനത്തെ സ്നേഹത്തെ ഞാൻ അറിയിക്കുകയാണ്. ഹല്ലേലൂയ. 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് കുഞ്ഞുങ്ങളുടെ സ്കൂളിങ്ങിന്റെ അഡ്മിഷൻ എടുക്കണം. ഇവിടെ ഞാൻ വരുന്നതിന് മുൻപ് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഓസ്ട്രേലിയയിലെ സ്കൂളുകൾ എക്സ്പെൻസീവ് ആണ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവേ, എനിക്ക് പബ്ലിക് സ്കൂളിൽ അവരെ വിടണ്ട, എനിക്ക് അവരെ പ്രൈവറ്റ് സ്കൂളിൽ വിടണം, അവരെ യേശുള്ള സ്കൂൾ ഐ മീൻ ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് എനിക്ക് അവരെ വിടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എഴുതി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ചെറിയ കാര്യങ്ങളെല്ലാം എഴുതി വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എഴുതി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ സ്കൂളിൽ അഡ്മിഷന് പോയ ഒരു രംഗം ഞാൻ പറയാം. സ്കൂളിൽ അവര് ടെസ്റ്റ് എഴുതി കഴിഞ്ഞ് അവർക്ക് ടെസ്റ്റ് പാസ്സായി. അപ്പൊ നിങ്ങൾ ഓർക്കണമേ, എനിക്ക് ജോലി ആയിട്ടില്ല, എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്കൂളാണ്. നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കും, സഹോദരി, എങ്ങനെയാ നിങ്ങൾ ഇതിനൊക്കെ മുന്നേ എടുത്തു ചാടി പോകുന്നേ? എനിക്കറിയത്തില്ല. ഞാൻ കർത്താവിനെ ആശ്രയിക്കുക. എന്റെ അപ്പൻ സമ്പന്നനാ, അവൻ എന്നെ നടത്താൻ ശക്തനാ എന്നുള്ള ഒരു വിശ്വാസം, എന്റെ ഹൃദയത്തിന് ആഗ്രഹം കുഞ്ഞുങ്ങള് നല്ലൊരു സ്കൂളിൽ പഠിക്കണം. അങ്ങനെ ഞാന് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോ ട്രഷറർ പുറത്തോട്ട് വന്നപ്പോ ഞാൻ ചോദിച്ചു, ഞാൻ എന്റെ വിഷയങ്ങൾ പറയാതെ എന്റെ കുഞ്ഞുങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, എനിക്ക് ജോലി ആയിട്ടില്ല, ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് അസ് എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഒരു 10 minutes ഇരിക്കും, ഞാൻ പ്രിൻസിപ്പളിനോട് സംസാരിച്ചിട്ട് വരട്ടെ. അദ്ദേഹം 10 മിനിറ്റ് കഴിഞ്ഞ് പുറത്ത് വന്നിട്ട്, പ്രിയമുള്ളവരെ, എന്നോട് പറഞ്ഞത്, ആദ്യത്തെ വർഷം 80% ഡിസ്കൗണ്ട് ഞാൻ നിങ്ങൾക്ക് തരാം. ഹല്ലേലൂയ. ദൈവമാരാണ്. നമുക്ക് ആരും റെക്കമെൻഡേഷൻ ഇല്ലാതിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആരാ അവരോട് സംസാരിച്ചത്? ഹല്ലേലൂയ. 80% ഡിസ്കൗണ്ടോട് കൂടി സ്കൂളില് കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി. അടുത്തത്, എനിക്ക് കാറില്ല, അപ്പൊ സ്കൂളിനടുത്ത് വേണം എനിക്ക് വീട്. അപ്പൊ വീട് ഇവിടെ നിങ്ങൾക്കറിയാം, ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഡേ വെക്കും. അന്ന് അവർ അഡ്വർടൈസ് ചെയ്യും, അന്ന് എല്ലാവരും വരും. 10-25 പേര് വന്നു. വീട് ഏകദേശം സ്കൂളിനടുത്ത്. ഞങ്ങൾ അതിനു മുമ്പേ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക, കർത്താവേ, വീട് തരണേ, വീട് തരണേ. അങ്ങനെ ഞങ്ങള് വീട് കാണാൻ പോയി, ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോ എന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത, ഇവരെ ഒന്ന് വിളിക്കാം. സാധാരണ ഇവിടെ അങ്ങനെ ഒന്നും ആരും ചെയ്യത്തില്ല. ഞാൻ അവരെ വിളിച്ചു. അവർ ഫോൺ എടുത്തു. ഒരു ലേഡി ഏജന്റ് ആയിരുന്നു. അവരോട് ഞാൻ പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടി, എനിക്ക് തന്നാൽ വളരെ ഉപകാരമായിരുന്നു. ഓർക്കണമേ, എനിക്ക് ജോലി ആയിട്ടില്ല, ഞാൻ എങ്ങനെ റെന്റ് കൊടുക്കും? നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന $2,000 മാത്രമേ എന്റെ കയ്യിലുള്ളൂ, അത് പെട്ടെന്ന് പോകും. ഇറ്റ്സ് എ വെരി എക്സ്പെൻസീവ് കൺട്രി. അപ്പം അവര് എന്നോട് ഉടനെ ഫോണിൽ കൂടെ പറയുക, യു ക്യാൻ ടേക്ക് ഇറ്റ്. 3-ാമത്തെ ദിവസം എന്നോട് പറയാം, നിങ്ങൾക്ക് അത് എടുക്കാം. ഹല്ലേലൂയ. അങ്ങനെ ആ വീട് ഞങ്ങൾക്ക് അന്ന് ലഭിക്കാനിടയായി. ആ വീട് തന്നു. ഞങ്ങളെല്ലാം അവരെല്ലാം വന്ന് ഞങ്ങളെ സഹായിച്ച് വീടെല്ലാം ഷിഫ്റ്റ് ചെയ്ത് അങ്ങനെ വന്നിരിക്കും. എല്ലാ ദിവസവും അടുത്ത 1-2 കർത്താവിന്റെ ഇടപെടലുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. 3-ാമതായിട്ട് എനിക്ക് ഒരു ദിവസം ഞാൻ രാവിലെ വാക്കിങ്ങിന് പോവാ, എനിക്കറിയാത്ത സ്ഥലം, വെറുതെ നടക്കാൻ പോകും, കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാർക്കിന്റെ അടുത്ത് എത്തിയപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, നീ അടുത്ത സ്ട്രീറ്റിലേക്ക് പോയി അതുവഴി നടക്കുക. അങ്ങനെ ഞാന് ദൈവശബ്ദം കേട്ടു. ഞാൻ അടുത്ത പാരൽ റോഡ് അടുത്ത സ്ട്രീറ്റിലേക്ക് പോയപ്പോഴ് അവിടെ ഒരു അമ്മച്ചി നിന്ന് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ നിങ്ങൾക്കറിയാം, എല്ലാവരും ഹായ് ഹലോ പറഞ്ഞ് വിഷ് ചെയ്യാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ അതിൽ കൂടുതലൊന്നും സംസാരിക്കാറില്ല. എസ്പെഷ്യലി സ്ട്രേഞ്ചേഴ്സിനോട് അധികം സംസാരിക്കത്തില്ല ആരും. അവരൊരു വൈറ്റ് ലേഡി, അപ്പം എന്നോട് പ്രായമുള്ളവരാ, നീ എവിടുന്നാ വരുന്നത്, എന്തുവാന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോ എന്റെ ഹൃദയത്തിൽ എല്ലാം ഞാൻ പറഞ്ഞു, ഞാനിപ്പോ പുതുതായിട്ട് വന്നതാണ്. അപ്പൊ എനിക്ക് ആ സമയത്ത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം, ഇവിടുത്തെ എല്ലാ ജോലികൾക്കും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. ഞാൻ ചെറിയ കാര്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നാമെങ്കിലും കർത്താവിന്റെ കരുതല്, അന്യദേശത്ത് എന്നെ അനുഭവിച്ച ആ സ്നേഹത്തെ വിവരിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. അവര് എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു എനിക്കൊരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം, അതിന്റെ പ്രൊസീജിയർ എനിക്കറിയത്തില്ല. ഉടനെ ഞാൻ നിനക്ക് എന്നെ സഹായിക്കാമോ എന്ന് ഞാൻ ചോദിച്ചില്ല. ഉടനെ എന്നോട് പറയാ, വൈ ഡോണ്ട് യു കം ഇൻ,
അവരെന്നെ വിളിച്ച് അകത്ത് കൊണ്ടുപോയി. എനിക്കൊരു ഗ്ലാസ് കോഫി പെട്ടെന്ന് ഉണ്ടാക്കി. ഇവിടെ ഒന്നും അത് ചെയ്യത്തില്ല ആരും, പ്രിയമുള്ളവര്. അതിനുശേഷം എന്നെ കൊണ്ട് വേഗം എൻ്റെ പേപ്പേഴ്സ്, എൻ്റെ വീട്ടിൽ വന്ന പേപ്പേഴ്സ് എടുത്തിട്ട് അതിന്റെ ആപ്ലിക്കേഷൻസ് എല്ലാം വിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അത് കൊടുത്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനിടയായി. ഹല്ലേലൂയ. ഞാൻ എന്തിനാ പറഞ്ഞു വന്നതറിയാമോ? അടുത്ത ദിവസം മോർണിംഗ് ആയപ്പോൾ ഈ ലേഡി അവരുടെ ഫ്രണ്ടിനെ വിളിച്ചൊരു പിക്കപ്പേല് എനിക്ക് ഒരു വീട്ടിലേക്ക് എന്തൊക്കെ സാധനം വേണമോ, അത് മൊത്തം കട്ടില് മെത്ത എന്തൊക്കെ കാര്യങ്ങൾ വേണമോ അതുമായിട്ട് വന്ന് നിൽക്കുക രാവിലെ മോർണിംഗിൽ. ഞാൻ എൻ്റെ കർത്താവിനെ എങ്ങനെ സ്തുതിക്കാതിരിക്കും? എൻ്റെ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും അതിൽ അപ്പനായി, അമ്മയായി, എൻ്റെ ഭർത്താവായി, എൻ്റെ കർത്താവായി ഇന്ന് വരെ എൻ്റെ യേശു എന്നെ കൂടെ ഇരിക്കുന്നതിനാൽ ഞാൻ എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഹല്ലേലൂയ. ആ പ്രിയ മാതാവുമായിട്ട് എനിക്ക് ഇന്നും നല്ല സ്നേഹബന്ധമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ 2010 ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കാറില്ലായിരുന്നു. കർത്താവ് ഞാൻ എല്ലാം സ്വരം കൂട്ടി വെച്ച് എനിക്കൊരു കാർ വാങ്ങിച്ചു. അതിന്റെ 10ാമത്തെ ദിവസം, കാർ വാങ്ങിച്ചതിന്റെ 10ാമത്തെ ദിവസം ഒരു ടെറബിൾ ആക്സിഡന്റ് ഉണ്ടാകാനിടയായി. അത് എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാനൊരു സൈഡ് റോഡിൽ നിന്ന് ഇങ്ങോട്ട് വരിക, 2 വരി പാത, കുഞ്ഞുങ്ങള് സ്കൂളിലായിരിക്കുന്നു. ഞാൻ ഒരു 2 മണിയായപ്പോ എനിക്ക് അത്യാവശ്യ സാധനം വാങ്ങിക്കാൻ പോയിട്ട് ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഉറങ്ങി എണീറ്റ് സാധനം വാങ്ങിച്ച് വീട്ടിലേക്ക് വരികയാണ്. ഒരു ട്രേ മുട്ട എൻ്റെ ഫ്രണ്ടിൽ എൻ്റെ സീറ്റിൽ ഇരിപ്പുണ്ട്. ഞാനിങ്ങനെ ഇങ്ങോട്ട് വന്നു. സൈഡ് റോഡിൽ നിന്ന് മെയിൻ റോഡിലോട്ട് കയറി 2 വരി പാതയാണ്, ഇടയ്ക്ക് ഡിവൈഡർ ഉണ്ട്. അപ്പം ഇവിടുന്ന് എനിക്ക് അങ്ങേ പാതയിലാണ് കയറേണ്ടത്. അവിടെ ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ ഇവിടൊക്കെ ഇടയ്ക്കുള്ള വഴിയിൽ നിൽക്കണം. പുറകിൽ നിന്ന് വണ്ടി വന്നാൽ ഇടയ്ക്ക് നിൽക്കണം നമ്മൾ. ഞാനിങ്ങനെ പകുതി വഴി ഇങ്ങോട്ട് വരികയും ബാക്കിൽ നിന്ന് അവിടെ സിഗ്നൽ ഉണ്ട്, റെയിൽവേ ക്രോസിംഗ് ആണ്. ആ ലൈൻ തുറന്നു. അവിടെ പെട്ടെന്ന് വണ്ടി വരുന്നത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് പാനിക്കായി. ഞാൻ ബ്രേക്ക് ചവിട്ടി പതുക്കെ വണ്ടി തിരിക്കുന്നതിന് പകരം ഞാൻ ആക്സിലറേറ്റർ ചവിട്ടി. വണ്ടി, എനിക്കൊന്ന് സ്റ്റിയറിംഗ് തിരിഞ്ഞിരുന്നു. വണ്ടി നേരെ ഡിവൈഡറെ തട്ടി അടുത്ത ലൈനിൽ കൂടെ വന്ന വാഹനത്തെ തട്ടി കേർബൽ വന്ന് അതിശക്തമായി ഇടിച്ച് നിൽക്കാനിടയായി. ഇല്ല, സിനിമയിൽ കാണുന്നത് പോലെ ഡൈവ് ചെയ്തു പോയതുപോലെ. പ്രിയമുള്ളവരെ, ഒന്ന് ഓർക്കണമേ, ഞാന് ഇങ്ങനെ സ്റ്റിയറിംഗ് പിടിച്ചിരുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. വേറൊരു വാഹനത്തെ ശക്തമായി ചെന്ന് ഇടിച്ചിട്ടാണ് ഞാൻ അവിടെ ചെന്ന് ഇത് നിൽക്കുന്നത്. എൻ്റെ മുട്ടയുടെ ട്രേയും എല്ലാം തകർന്ന് ഞാൻ ഫുള്ളായിട്ട് എൻ്റെ വണ്ടി ചെന്ന് കേർബൽ അടിച്ച് തകർന്ന് ഇങ്ങനെ പിടിച്ചു നിന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോഴത്തേന് പോലീസ് വന്നു, ഫയർ വന്നു. ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ച് നമ്മളത് അങ്ങനെ തന്നെ, നമ്മളെ പെട്ടെന്ന് ആൾക്കാർ വന്ന് നമ്മളെ തൊടുകയോ എടുത്തു പോകുന്നു. അപ്പോഴത്തേന് അതിവേഗം അവരെല്ലാം വന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ ശരീരത്തിനകത്ത് ഒരു രക്തം പൊടിയോ ഒരു പോറല് സംഭവിക്കുകയോ ചെയ്യാനിടയായില്ല. ആ വാഹനം ടോ ചെയ്ത് കൊണ്ടുപോകാനിടയായി. അതിന്റെ അർത്ഥം 1 രൂപയ്ക്ക് പോലും വിൽക്കാൻ പറ്റാതെ അങ്ങനെ എടുത്തുകൊണ്ട് പോകാനിടയായി. ഹല്ലേലൂയ. ഞാൻ അന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നൊക്കെ അവർ ചോദിച്ചിട്ട്, അവർ ആദ്യം വന്നിട്ട് നമ്മുടെ പേരുകളൊക്കെ ചോദിക്കും, എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ചോദിക്കും. അതെല്ലാം ചോദിച്ചപ്പോൾ ഞാൻ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. എൻ്റെ നടുവിനോ എനിക്ക് എൻ്റെ ശരീരത്തിന് ഒരു കേടും തട്ടാതെ വേണം എന്നെ സൂക്ഷിച്ച ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം. ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, യോഹന്നാൻ 10:10 പറയുന്നു, മോഷ്ടിപ്പാനും അറിപ്പാനും മുടിപ്പാനും കള്ളൻ വരുന്നു, ഞാൻ വന്നത് നിനക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും തന്നെ. ആ ജീവന് എൻ്റെ യേശു എനിക്ക് തന്നത് കൊണ്ടാ, അല്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിപ്പാൻ ഞാനില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതോടുകൂടി എൻ്റെ ഹൃദയത്തിൽ വലിയ വേദനയായി. ഞാൻ ചോദിക്കാൻ തുടങ്ങി, വൈ മീ ലോർഡ്? ഞാൻ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഹല്ലേലൂയ, എൻ്റെ കസിൻ ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ചേച്ചി അങ്ങനെ പറയണ്ട, ഇനി അങ്ങനെ ചോദിക്കണ്ട, കർത്താവ് ഇതുവരെ നല്ലതാ, ഗോഡ് ഹാസ് എ പ്ലാൻ അബൌട്ട് യു, ഡോണ്ട് ആസ്ക് ലൈക്ക് ദാറ്റ്. ഹല്ലേലൂയ. അന്ന് എന്നെ വളരെ സൂക്ഷിച്ചു. അതിനുശേഷം ഹല്ലേലൂയ ആ പേടിയിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. അതിനുശേഷം കർത്താവ് വാഹനം പുതുതായിട്ട് വാങ്ങിക്കാനും അതിലെല്ലാം ചെയ്യാൻ കർത്താവ് സഹായിച്ചു. അതിനുശേഷം ജോലിയിൽ കൂടെ ദൈവം വലിയ അത്ഭുതം പ്രവർത്തിച്ചു. എനിക്കിത് ഒരു കോഴ്സ് ചെയ്യുവാന്, ആ ജോലിയിൽ പ്രവേശിച്ചതൊക്കെ ഭയങ്കര അത്ഭുതമാ. എങ്ങനെയാണെന്നറിയാമോ? ജോലി തീരുന്ന ദിവസം ഞാൻ അവരോട് പറഞ്ഞു, ഞാനിതുപോലെ
ഞാൻ ഒറ്റയ്ക്ക് വന്നിരിക്കുക, എനിക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? അപ്പം എന്നെ ഇതറിയാവുന്ന എല്ലാവരും ചിരിക്കുക. അവിടുന്ന് അങ്ങനെ ജോലി കിട്ടത്തില്ല, HR കൂടെ ജോലി കിട്ടത്തുള്ളൂ. ഞാൻ എന്നാൽ അവരെന്നോട് പറഞ്ഞു, ട്യൂസ്ഡേ നിങ്ങൾ നിന്റെ റെസ്യൂമേമായിട്ട് വാ. പിന്നെ റെസ്യൂമേമായിട്ട് ചേർന്നു. ആ ദിവസം പ്രിയമുള്ളവരെ, ആ മൊമെന്റിൽ പ്രിയമുള്ളവരെ, ദൈവം ജോലി എനിക്ക് വേണ്ടി അവിടെ ഒരുക്കി. ഹല്ലേലൂയ. അതിനുശേഷം ഉണ്ടായ ഒരു അനുഭവം. ഹല്ലേലൂയ. നൈറ്റ് ഡ്യൂട്ടി ചെയ്താലേ നമുക്ക് PR-നുള്ള അവേഴ്സ് നമുക്ക് ലഭിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഒന്നിച്ച് അത്ര അവേഴ്സ് നമുക്ക് വേണം. PR കിട്ടാനെങ്കിൽ നമുക്ക് എൻ്റെ ക്രൈറ്റീരിയ ഉണ്ട്. 2 years നിങ്ങൾ ഫുൾ ടൈം പൊസിഷനിൽ ഇരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഫുൾ ടൈം പൊസിഷൻ ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് നടുവേദന വരുന്നു. അവരെന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നു, ക്യാൻ യു പ്ലീസ് നൈറ്റ് ഡ്യൂട്ടി? അപ്പം കുഞ്ഞുങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല, എന്ത് ചെയ്യും? ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വരിക. എൻ്റെ കൂടെ പഠിച്ച ഒരു പെൺകുഞ്ഞ്, അവൾ കല്യാണം കഴിച്ചിട്ടില്ല ആ സമയത്ത്. ചേച്ചി, എനിക്കൊരു സ്ഥലം വേണം താമസിക്കാൻ, എനിക്ക് ഒരു റൂം തരും. എന്റെ ദൈവം ആരാ പ്രിയമുള്ളവരെ! അങ്ങനെ ആ കുഞ്ഞ് എൻ്റെ കൂടെ വന്ന് സഹായിക്കാനും എനിക്ക് ആ ജോലിയിൽ പ്രവേശിക്കാനും ഇടയാക്കി. അതിനുശേഷം തക്ക സമയമായപ്പോൾ PR-ന്റെ സമയം വന്നപ്പോൾ, ഹല്ലേലൂയ, 2012 ആയപ്പോഴത്തേന് PR-ന് അപ്ലിക്കേഷൻസ് കൊടുത്തു. നിങ്ങൾ ഒരു പക്ഷെ ചിന്തിക്കും, നീ സഹോദരി താൻ പറയുന്നതെല്ലാം മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ആണല്ലോ. പ്രിയമുള്ള ദൈവ പൈതലേ, ഈ ഒരു ദേശത്ത് അന്യദേശത്ത് വന്ന് പാർക്കുമ്പോഴറിയാം ആ ദേശത്ത് എന്ത് പ്രയാസത്തിൽ കൂടെ ഓരോരുത്തർ കടന്നു പോകുന്നത്. ഇന്ന് സ്റ്റുഡൻസ് ആയിട്ട് വന്ന കുഞ്ഞുങ്ങൾ കേട്ടാൽ അറിയാം എത്ര കഷ്ടത്തിൽ കൂടെ അവർ കടന്നു പോകുന്നത്. എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ള കർത്താവേ ഞാൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചു. ഇങ്ങനെ PR-ന് വേണ്ടി ഏജന്റ് ഇല്ലാതെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് മൊത്തം ചെയ്യുക, എല്ലാം ചെയ്ത് പ്രാർത്ഥിച്ച് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തപ്പം അടുത്തത് കേസ് ഓഫീസർ വന്ന് നമുക്കൊരു ഇമെയിൽ വരും, നിങ്ങളുടെ കേസ് ഞങ്ങൾ എടുത്തിരിക്കുന്നു. എന്നാൽ എനിക്ക് അങ്ങനെ ഒന്നും വന്നില്ല. ഞാൻ വളരെ വിഷമിച്ചു. 5-ാമത്തെ ദിവസം ഇമെയിൽ തുറന്നപ്പോൾ എൻ്റെ PR ഗ്രാൻഡഡ് ആയിട്ട് വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് നിസ്സാരമല്ല. ഇവിടെ PR കിട്ടുന്നത് എളുപ്പമല്ല. ദൈവം അങ്ങനെ 1 by 1 ആയിട്ട് എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ നടത്തിയ വഴികൾ എണ്ണിയാൽ ഒടുങ്ങാത്ത, ബുക്കുകൾ എഴുതത്തക്ക രീതിയിലുള്ള അനുഭവങ്ങളിൽ കൂടെ ഞാൻ കടന്നുപോയി. ഇതിനിടയിൽ ഹല്ലേലൂയ അനേക പ്രാവശ്യം ശത്രു തകർക്കാനും ഉന്നം വെച്ച് വന്ന അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. എന്നാൽ വീണ്ടും ആത്മീയമായി ഹല്ലേലൂയ കർത്താവിനെ പടിയായി ഹല്ലേലൂയ ഉണർത്താനിടയായി. അനേക ധൈര്യമില്ലാത്തവർക്ക് ധൈര്യം പകരുവാൻ, അനേക തകർന്നവരെ പണിഞ്ഞെടുക്കുവാൻ, ഹല്ലേലൂയ അനേകർക്ക് ഫോണിൽ കൂടെ പ്രാർത്ഥിപ്പാൻ ഹല്ലേലൂയ കർത്താവ് എന്നെ സഹായിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ കടന്നുപോയ അവസ്ഥകളില്, എൻ്റെ ജീവിതത്തിന്റെ നിരാശയുടെ മണ്ഡലങ്ങളില് ഞാൻ ഹല്ലേലൂയ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാൻ എൻ്റെ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ആത്മഹത്യ ജീവിതത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമാ. എന്നാൽ നമ്മുടെ അപ്പൻ, എന്നെ അറിയാവുന്ന ഒരു അപ്പൻ എനിക്ക് വേണ്ടി ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. ഹല്ലേലൂയ നീ കുലുങ്ങി പോകുവാൻ അവൻ സമ്മതിക്കത്തില്ലെന്ന് വചനം പറയുന്നു. നീ കുലുങ്ങി പോകുവാൻ, നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാൾ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. അതിനിടയ്ക്ക് ഹല്ലേലൂയ വീണ്ടും ഒരു അത്ഭുത കാര്യങ്ങൾ കൂടെ നടന്നത്. ഒരു ഭവനമായി ദൈവം കൃപ ചെയ്തു. ആ ഭവനത്തിന് വേണ്ടി എല്ലാം ഒരുങ്ങിയപ്പോൾ ഒരു വീടിന് പോയി അഡ്വാൻസ് കൊടുത്തു. ആ രാത്രിയിൽ ദൈവം എനിക്കൊരു ദർശനം തന്നു. ഈ വീടിനൊരു പ്രശ്നമുണ്ട്, ഇവിടെ 3 ദിവസം കൂളിംഗ് ഓഫ് പീരീഡ് ഉണ്ട്. ആ പീരീഡിൽ ആ ദൈവം ദർശനം തരുന്ന ഈ വീടിനൊരു പ്രശ്നമുണ്ട്. ഇവിടെ ഒരു ഇൻസ്പെക്ടറെ വെച്ച് ഇൻസ്പെക്ട് ചെയ്തപ്പോൾ ആ വീടിനൊരു ലീക്കിംഗ് ഉണ്ട്. കർത്താവ് എത്ര നല്ലവൻ! ഹല്ലേലൂയ. എനിക്ക് സഹായിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോൾ എൻ്റെ കൂടെ വന്ന് എന്നെ സഹായിച്ച കർത്താവ്. അങ്ങനെ ഒരു ബ്രാൻഡ് ന്യൂ ഹൗസ് കർത്താവ് എനിക്ക് തരാനിടയായി. ഒരു യോഗ്യതയുമില്ല പ്രിയമുള്ളവരെ, എനിക്ക് പറയാനായിട്ട് ഒന്നുമില്ല. എൻ്റേതെന്ന് പറയാൻ എനിക്ക് ഒന്നുമില്ല. എന്നെ നിർത്തിയതല്ലാതെ, എന്നെ നടത്തിയതല്ലാതെ ഒന്നും പറയാനില്ല. ഇന്ന് രാത്രിയില് ഹല്ലേലൂയ 2013 എൻ്റെ പ്രിയപ്പെട്ടവൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. ഒരു കാർഡിയാക് അറസ്റ്റിൽ കൂടെ മാറ്റപ്പെടുവാനിടയായി. അന്ന് എൻ്റെ ഹൃദയം വളരെ തകർന്നു പോയി. ഞാൻ ഹല്ലേലൂയ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഇതല്ലല്ലോ ഞാൻ ആഗ്രഹിച്ചത്, ഇതല്ലല്ലോ ഞാൻ പ്രാർത്ഥിച്ചത്. അന്ന് ദൈവം എനിക്കൊരു വചനം തന്നത് 1 കൊരിന്ത്യർ 6:17 എനിക്ക് വചനം തന്നത് ഇതായിരുന്നു. ഹല്ലേലൂയ സ്ത്രീയെ, നീ ഭർത്താവിന് രക്ഷ വരുത്തുമെന്ന് നിനക്ക് എങ്ങനെ അറിയാം?
പുരുഷ, നീ ഭാര്യയ്ക്ക് രക്ഷ വരുത്തുമെന്ന് നിനക്ക് എങ്ങനെ അറിയാം? ഇങ്ങനൊരു വചനം ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ആ വചനം എന്നെ ഒത്തിരി ധൈര്യപ്പെടുത്തി. ഞാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്യുവാനിടയായി. ഞാൻ സ്നേഹിപ്പാനും കരുതുവാനും പ്രാർത്ഥിപ്പാനും ഉപവസിപ്പാനും നമുക്ക് രക്ഷ കാണിച്ചു കൊടുക്കാനേ പറ്റത്തുള്ളൂ. അതിലേക്കാകാൻ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ആ പ്രശ്നത്തിന്റെ നടുവിൽ ആ സാഹചര്യങ്ങൾ കൂടെ ഒക്കെയും ഞാൻ കടന്നു വിട്ടു. എന്നാൽ എന്നെ സ്നേഹിച്ച എന്റെ കർത്താവിന് ഞാൻ ഈ മഹത്വവും മാനവും സ്തുതിയും ബഹുമാനവും അർപ്പിക്കുക. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ഹല്ലേലൂയ ദൈവ പൈതങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഉടയപ്പെടാതെ ഉപയോഗിക്കപ്പെടുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നമ്മെ ചില സമയത്ത് അവൻ നമ്മെ ബ്രേക്ക് ചെയ്തെന്നിരിക്കും. നമ്മളെ ചിലതിൽ കൂടെ അഗ്നിശോധനയിൽ കൂടെ നമ്മെ കടത്തിവിട്ടെന്നിരിക്കും. ഹല്ലേലൂയ. ആർക്കുമില്ലാത്ത പ്രതികൂലം എന്താ എന്ന് ഞാൻ അനേക പ്രാവശ്യം ചോദിച്ചു. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ ആ ദേശത്ത് തന്നെ ഒരു കണ്ണിലുണ്ണിയായിരുന്നു. എൻ്റെ ഭവനത്തില് ഇളയ കുഞ്ഞായിരുന്നു. ഹല്ലേലൂയ. എൻ്റെ പിതാവിന്റെയും മാതാവിന്റെയും ഭവനത്തിലെ ഏറ്റവും ഇളയ പെൺകുഞ്ഞുമായിരുന്നു. അന്ന് ആ നാട്ട് നമുക്കറിയാമല്ലോ, നാട്ടിലെ അന്തരീക്ഷത്തില് എല്ലാരും കുടുംബം പോലെ, അങ്ങനെ വാത്സല്യത്തോടെ ബാല്യം കൗമാരം യൗവനത്തിന്റെ ആദ്യം വരെ അത്ര വളരെ സന്തോഷത്തിൽ പോയ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ എന്നെ ഉടയപ്പെട്ടാലും ഹല്ലേലൂയ ആ പീസസിനെ, ആ ബ്രോക്കൺ പീസസിനെ എടുത്ത് മെൻഡ് ചെയ്ത് നിന്നെ ഹോളാക്കി അവനെ നിനക്ക് ഹല്ലേലൂയ മനോഹര പാത്രമാക്കി അനേകർക്ക് പ്രസന്റബിൾ ആക്കുവാൻ തക്കവണ്ണം നിന്നെ ഉപയോഗിക്കും. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട വിദ്യാഭ്യാസം കർത്താവ് കൊടുത്തു. എൻ്റെ മോള് വിവാഹിതയായി മെൽബണിലായിരിക്കുന്നു. അതിൽ രണ്ടുപേരും മാസ്റ്റേഴ്സ് ചെയ്യാൻ ഇടയായി. മോന് ഇവിടുത്തെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ അനുഗ്രഹിക്കപ്പെട്ട ജോലിയിലായിരിക്കുന്നു. ഞങ്ങൾ കർത്താവിന്റെ കൃപയാൽ മാത്രം നിലനിൽക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവര്, ഹല്ലേലൂയ, ഞാൻ ചെയ്ത ഒറ്റ കാര്യം ഇത്ര മാത്രമായിരുന്നു. എൻ്റെ ഇരുട്ടിന്റെ അവസ്ഥയിൽ, എൻ്റെ ഡാർക്കസ്റ്റ് മൊമെന്റില് ലോകത്തിലേക്ക് പോകുവാൻ എന്നെ ദൈവം അനുവദിച്ചില്ല. ആൾക്കാരിൽ ആശ്രയിപ്പാൻ അനുവദിക്കാതെ വണ്ണം എൻ്റെ യേശുവിന്റെ മാറോട് ചേർന്ന്, നിനക്കൊരു പ്രാർത്ഥനാ മുറി ഉണ്ടെങ്കിൽ, ഒരു മാറ്റ് ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് നിനക്ക് ഇറക്കി വെച്ചാൽ തീരാത്ത വിഷയങ്ങളില്ല എന്ന് എന്നെ കർത്താവ് പഠിപ്പിക്കുകയായിരുന്നു. ഇപ്പൊ ചിലപ്പോൾ നാം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സമയങ്ങളോ സാഹചര്യങ്ങളോ ആയിരിക്കത്തില്ല വരുന്നത്. പക്ഷെ I know that God has a great plan about our lives. Hallelujah. ഈ കയ്യിലെ വിരലില് നമ്മുടെ ഫിംഗർ പ്രിന്റ് എല്ലാവരുടെയും വ്യത്യസ്തമാ. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ കോളിങ് വ്യത്യസ്തമാ. അല്ലെങ്കിൽ ഓരോ വ്യക്തികളെ കുറിച്ചുള്ള ഹല്ലേലൂയ വ്യത്യസ്തമായിട്ടുള്ള വിളികളാണ് നമുക്കുള്ളത്. കാരണം ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞല്ലോ, എൻ്റെ ഡാർക്കസ്റ്റ് മൊമെന്റില് എനിക്ക് സഹോദരനെ ആശ്രയിക്കാമായിരുന്നു, എൻ്റെ വീട്ടിൽ പോയി നിൽക്കാമായിരുന്നു, എൻ്റെ മദർ-ഇൻ-ലോയില് ആശ്രയിക്കാമായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെയും വ്യത്യസ്തമായ രീതിയിലാണ് എന്നെ കർത്താവ് നടത്തിയത്. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയാൽ എനിക്കറിയത്തില്ല ഞാൻ എന്താ ചെയ്തതെന്ന്. ആമേൻ. ഇടയ്ക്ക് ഞാൻ ഇന്ററപ്റ്റ് ചെയ്തത്, ഇന്നത്തെ കാലത്തെ കുട്ടികളാണെങ്കിൽ, പുതിയ തലമുറയാണെങ്കിൽ ഇങ്ങനൊന്നും സഹിക്കത്തില്ല. അവർ അന്നേരമേ പിന്നെ ഇട്ടെറിഞ്ഞിട്ടു, അല്ലെങ്കിൽ ഡിവോഴ്സ്. ഇന്നൊക്കെ ഒത്തിരി ഡിവോഴ്സിൻ്റെ ഒരു കാലഘട്ടമല്ലേ സിസ്റ്ററെ? ഇന്നത്തെ തലമുറ പെട്ടെന്ന് ചിന്തിക്കുന്ന എന്തുവാ, ഈ ആളിനെ എനിക്ക് വേണ്ട, അല്ലേ? അങ്ങനെ ഒരു ചിന്തയാണ് ഉണ്ടാകുന്നത്. പക്ഷേ സിസ്റ്ററെ സംബന്ധിച്ച് പ്രത്യേകമായ ഒരു കാര്യം പറയാനുള്ളത് പാസ്റ്ററെ, അനേക പ്രാവശ്യം എൻ്റെ മദറിലോ ഒരു സ്വന്തം മോനെ ഡിവോഴ്സ് ചെയ്യുമെന്ന് കേട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ട് കാണുമോ? എൻ്റെ മാതാവ്, എൻ്റെ മദറിലോ ഒത്തിരി സ്നേഹമായിരുന്നു. ഇന്നിപ്പം മമ്മി നിത്യത്തിൽ വിശ്രമിക്കുന്നു. മമ്മി എന്നോട് പറഞ്ഞു ഡിവോഴ്സ് ചെയ്യുന്ന. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഒരു ലീഗലായിട്ടുള്ള കാര്യത്തിൽ ഞാൻ പോകുവാൻ എൻ്റെ ദൈവം എന്നെ അനുവദിച്ചില്ല. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഇത്ര ധൈര്യത്തോടെ ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. ഞാൻ അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ളത്, എൻ്റെ പിതാവാണെങ്കിലും എൻ്റെ സഹോദരങ്ങളാണെങ്കിലും അദ്ദേഹത്തെ ആ ട്രീറ്റ്മെന്റ് സെന്ററിൽ പോകുമ്പോഴത്തേക്ക് കഥയുടെ പറയേണ്ടതായിട്ടുണ്ട്. ആൽക്കഹോൾ അഡിക്ഷൻ സെന്ററിൽ ചെല്ലുമ്പോൾ എല്ലാവരും വിചാരിക്കും അവരെ പിന്നെ ലാസ്റ്റ് ഡേയിൽ അവർക്ക് ക്ലാസ് എടുക്കും അദ്ദേഹം. അപ്പൊ നമ്മൾ വിചാരിക്കും ഇദ്ദേഹം ഇനി ഒരിക്കലും മദ്യപിക്കത്തില്ല,
ഇന്ന് നിങ്ങൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെ ഓവർ കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾ ഈ മദ്യപാനത്തിന്റെ കാര്യത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് സ്നേഹത്തോടൊരു സന്ദേശം അറിയിക്കട്ടെ. രഹസ്യമായിട്ട് നിങ്ങൾ മദ്യപിക്കുന്ന ആളാണെങ്കിൽ, പുകവലിക്കുന്ന ആളാണെങ്കിൽ, യേശു നിങ്ങളെ കാണുന്നത് മാത്രമല്ല, ദൈവത്തിന്റെ മന്ദിരമായി ശരീരത്തെ നശിപ്പിക്കുവാൻ നമുക്ക് അവകാശമില്ല. ദൈവത്തിന്റെ മന്ദിരമായി ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഈ വചനത്തിൽ പറയുന്നത് മുഴുവൻ സത്യങ്ങളാണ്. ദൈവം തന്ന മനോഹരമായ കുടുംബജീവിതത്തെ നശിപ്പിക്കുവാൻ നമുക്ക് അവകാശമില്ല. നിന്റെ ഭാര്യയോട് ഉടമ്പടി ചെയ്ത്, ഭർത്താവിനോട് ഉടമ്പടി ചെയ്ത് ഒരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പറയും, നിന്റെ സുഖത്തിലും ദുഃഖത്തിലും ഞാൻ കൂടിയിരിക്കാം, നിന്റെ ഇല്ലായ്മയിലും ഉണ്മയിലും ഞാൻ കൂടിയിരിക്കാമെന്ന് പറഞ്ഞാ നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഹല്ലേലൂയ, ഈ മദ്യം അകത്ത് കഴിയുമ്പോൾ മദ്യപാനികളെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. കാരണം അവരല്ല അത് ചെയ്യുന്നത്, അവരിൽ വ്യാപരിക്കുന്ന ഒരു ദുരാത്മ ശക്തിയാ. ഇത് അറിഞ്ഞു കഴിയുമ്പോൾ, ഇത് നിങ്ങൾ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോ ആരെങ്കിലും ഇത് അറിയുന്ന ആ ദുരാത്മ ശക്തിക്കെതിരെ നമ്മൾ പോരാടുക. അന്ന് ഞാൻ ഇതിനു വേണ്ടി ഒത്തിരി പോരാടിയത്. പക്ഷെ ദൈവത്തിന്റെ ഹിതം, ഇഷ്ടം, കർത്താവിന്റെ സന്നിധി ഞാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോഴാണ്. ഞാൻ നിങ്ങളോട് ഒരു സന്ദേശം കൂടെ അറിയിക്കട്ടെ. ഇദ്ദേഹത്തെ എനിക്ക് നന്നാക്കാം, എനിക്ക് ശരിയാക്കാമെന്ന് ഞാൻ ചിന്തിച്ചു. ഓക്കെ, കാരണം ഞാൻ പ്രാർത്ഥിച്ചാൽ, ഉപവസിച്ചാൽ, അല്ലെങ്കിൽ അനേകര് എന്നാൽ കംപ്ലീറ്റ് റിലീസ് ചെയ്ത് ഞാൻ അദ്ദേഹത്തെ കർത്താവിലേക്ക്. അത് വലിയൊരു സന്ദേശമാണ്. ഏത് വിഷയം എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിഷയത്തെ ഞാൻ റിലീസ് ചെയ്തു. കർത്താവെ, ഞാൻ അപ്പയുടെ കയ്യിൽ ഏൽപ്പിക്കുക. റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വേണ്ടിയുള്ള വഴി തുറന്നതുപോലും അതിനുശേഷമാണ്. അദ്ദേഹത്തെ റിലീസ് ചെയ്തു. ആമേൻ. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിനകത്ത് സ്റ്റക്കായി, ഹല്ലേലൂയ, ഭാരപ്പെട്ട കടബാധ്യതയാണോ, നിന്റെ കുടുംബജീവിതമാണോ, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയാണോ, നിന്റെ കുഞ്ഞുങ്ങളുടെ ഹല്ലേലൂയ അഡിക്ഷൻ ആണോ, മദ്യപാനത്തിൽ മയക്കുമരുന്ന് തകർക്കപ്പെട്ട് കിടക്കുന്നത്, മാതാവേ, പിതാവേ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ആത്മാവിൽ ഒരു യുദ്ധമുണ്ട്, ഒരു പോരാട്ടമുണ്ട്. അതിനകത്ത് കയറിക്കാട്ടെ. അവരോട് നമ്മൾ എന്ത് ഉപദേശിച്ചാലും അവരിതുവഴി കേട്ട് ഇതുവഴി പോകും. അവർക്കിത് ഉൾക്കൊള്ളാൻ ഒക്കത്തില്ല. അവരല്ല ഇത് ചെയ്യുന്നത്. അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദുരാത്മശക്തിയുണ്ട്. ആ ദുരാത്മശക്തി വിട്ടുമാറിയെങ്കിലേ നാം ദൈവസഭകളില് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. യൗവനക്കാരെ കുറിച്ച് ഒത്തിരി ഭാരമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ സ്വപ്നം അടുത്ത തലമുറയാണ്. അവരെ കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങളുണ്ട് എനിക്ക്. കർത്താവിന്റെ ദാസനും ദാസിയും ചെയ്യുന്ന ശുശ്രൂഷകളൊക്കെ യൗവനക്കാരുടെ ഇടയിലാണല്ലോ. ഹല്ലേലൂയ. യൗവനക്കാർക്ക് ഹല്ലേലൂയ നാം പറഞ്ഞൊന്നും ചെയ്യാനൊക്കത്തില്ല. എന്നാൽ ഈ ദുരാത്മശക്തി വരാതെ വണ്ണം നമ്മൾ കോട്ട കെട്ടി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ദേശത്ത്, ഞാൻ ആയിരിക്കുന്ന പട്ടണത്തില് ഒക്കെ ഇങ്ങനെയുള്ള ഒത്തിരി ഇവിടെ ഇത് സിന്നേ അല്ല. ഇവിടെ ഒന്നും ഇത് സിന്നല്ല. വിദേശ രാജ്യങ്ങളിലെ സിന്നെന്ന് പറഞ്ഞാൽ എന്തോ പാസ്റ്ററെ, ഒന്നും അറിയത്തില്ല. സിന്നൊന്നൊന്നില്ല. എന്നാൽ വചനം വായിച്ചു കഴിയുമ്പോൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. ദൈവം അങ്ങനെ ഓരോരുത്തരെയും നടത്തട്ടെ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ടാണ് ദൈവം എന്നെ ഒരുക്കിയത്. സിസ്റ്റർ പറഞ്ഞ വളരെ കറക്റ്റാണ്. മദ്യപാനം, അതിൻ്റെ പിന്നിലൊരു ദുരാത്മശക്തിയുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും പലരും ഈ റീഹാബിലൊക്കെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ പിന്നെ ഇതിലേക്ക് പോകുന്നതിന് കാരണം എന്താ? അങ്ങനെ ഒരു ഹെൽപ്പ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നല്ല സ്പിരിച്വൽ സപ്പോർട്ടും നല്ല പ്രയറും ആ വ്യക്തി തന്നെ പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെടുന്ന അവസ്ഥ ഉണ്ടെങ്കിലേ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകത്തുള്ളൂ. ബാക്കി നമ്മളെല്ലാം ഹെൽപ്പ് ചെയ്താലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകണം. ഡേവിഡ് വിൽക്കേഴ്സൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഈ ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ള കുട്ടികളെ റീഹാബ് ചെയ്യുമ്പോൾ പുള്ളി ശ്രദ്ധിക്കുന്നൊരു കാര്യമായിരുന്നു, ഇവരെ ട്രീറ്റ് ചെയ്യുക മാത്രമല്ല ഇവരെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാൻ ഉത്സാഹിപ്പിക്കുമായിരുന്നു. കാരണം ഇതൊരു കെട്ടാണ്, ഇതൊരു ബന്ധനമാണ്. അത് പൊട്ടിയെങ്കിൽ മാത്രമേ കംപ്ലീറ്റ് ഡെലിവറൻസ് ഉണ്ടാകത്തുള്ളൂ എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണമായിരുന്നു. ഇത് സത്യമാണ്. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ കേരളത്തിലെ മയക്കുമരുന്ന് മദ്യത്തിൽ നിന്നൊക്കെ പുറത്തു വരുന്നതിനെക്കുറിച്ച് ഒരു പാഠഭേദം ചെയ്തിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഹെൽപ്പ് വേണം, ഗെറ്റ് ഹെൽപ്പ്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെയുള്ള അടിമത്തത്തിലൂടെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹായം തേടണം. കൗൺസിലിംഗ് സെൻറ്ററോ റീഹാബുകളോ ഒക്കെ നിങ്ങളെ സഹായിക്കാനുണ്ടാകും. പാസ്റ്ററൽ കൗൺസിലിംഗ് നിങ്ങൾക്ക് കിട്ടും. അതുമാത്രം പോരാ, സ്പിരിച്വൽ ലൈഫ് ബിൽഡ് ചെയ്യണം. അത് വളരെ അത്യാവശ്യമാണ്. ദൈവം സഹായിക്കട്ടെ. സിസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. സ്തോത്രം. അതെ പാസ്റ്ററെ, ഈ പാസ്റ്റർ പറഞ്ഞല്ലോ ഇതൊരു ദുരാത്മശക്തിയാണ്. നമ്മള്
അതേ പോയിന്റ് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെല്ലാ ഹെൽപ്പുകളെല്ലാം എല്ലായിടത്തു നിന്നും വരുമ്പോഴും എൻ്റെ ഹസ്ബൻഡിന് അങ്ങനെ സംഭവിച്ചത്. എല്ലാവരും സഹായിക്കാൻ റെഡിയായി നിൽക്കുക, പാസ്റ്റേഴ്സ് റെഡിയായി നിൽക്കുക, ഞാൻ വില്ലിംഗ് ആയിട്ട് കൂടെ നിൽക്കുകയാണ്. എൻ്റെ മക്കളെ, മദറിലോ, എൻ്റെ 2 കുടുംബങ്ങളിലുള്ളവര് എല്ലാവരും ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കണ്ടാൽ മതി. ഞങ്ങൾക്ക് അദ്ദേഹം ജോലി ചെയ്യണമെന്ന് ഒന്നും ഞങ്ങൾക്കില്ല. എങ്ങനെയെങ്കിലും ഇദ്ദേഹം ഒന്ന് രക്ഷപ്പെടണം, കർത്താവിന് വേണ്ടി ഒന്ന് നിൽക്കണം, ഞങ്ങൾക്ക് ഒന്നിച്ച് കുടുംബമായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കണം. അങ്ങനെയുള്ള ദൂതുകളാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. അപ്പൊ എൻ്റെ ഹൃദയം മുഴുവൻ ഓക്കെ, നാളെ ഞങ്ങൾ അങ്ങനെ ആകും എന്നുള്ള പ്രത്യാശയിലും വിശ്വാസത്തിലും നിന്നെങ്കിലും രഹസ്യമായിട്ട്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, അദ്ദേഹം പുകവലി രഹസ്യമായിട്ട് ആരംഭിച്ചു. അതിൽ കൂടെ ശത്രു അകത്ത് കയറാനിടയായി. പിന്നെ അത് മദ്യപാനത്തിന്റെ ഒരു ദോഷഫലം കൂടെ എനിക്ക് പറയാനുണ്ട്. അതിനകത്ത് ആദ്യം ഇത്ര കുടിക്കുന്ന ആള് 2ാമത്തെ പ്രാവശ്യം എടുക്കുമ്പോൾ അതിന്റെ ഡബിൾ എടുത്തു കഴിഞ്ഞേ നിൽക്കത്തുള്ളൂ. ഒരു അഡിക്ഷനിൽ പോയ ഒരു വ്യക്തി വീണ്ടും അതിലേക്ക് മടങ്ങി പോകുമ്പോൾ ഇപ്പോഴുള്ളതിലും അത്രയും, പിന്നെ ആ വ്യക്തിയുടെ ബ്രെയിനും എല്ലാം പോയി. പിന്നെ കംപ്ലീറ്റ് ആർക്കും ഈ ലോകത്തില് ദൈവം ഉദ്ദേശിച്ച പദ്ധതിയിൽ നിന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ സങ്കടം അനുഭവിക്കുന്ന ഒരു മദ്യപാനിയുടെ ഭാര്യയും മക്കളും ഏറ്റവും കൂടുതൽ തിക്താനുഭവങ്ങൾ കൂടി പോകുന്നത്. അവർക്ക് ആരോടും പറയാൻ പറ്റുമോ? നമ്മൾ സാധാരണ പറയാറുണ്ട്, അടി കിട്ടാത്തതിന്റെ കുഴപ്പമാണ്. ഇത് അടി കിട്ടാത്തതിന്റെ കുഴപ്പമല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ഉണരാം, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഉണരാം. കണ്ണുനീരോടെ മദ്യപാനത്തിനും മയക്കുമരുന്നിനും അഡിക്ഷൻസ് എന്നുള്ള ആ ദുരാത്മശക്തികൾ, ഇത് മാത്രമല്ല അനേക കാര്യത്തിന്റെ അഡിക്ഷൻസുകളുണ്ട്. അതിൽ നിന്ന് വരുന്ന തലമുറയെ രക്ഷിപ്പാൻ മാതാപിതാക്കളായ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, കർത്താവെ, അന്ത്യകാലത്ത് അനേകരെ കർത്താവിലേക്ക് നേടുവാൻ അങ്ങ് എന്നെ ഉപയോഗിക്കണമേ. അതുപോലെ ലോസ്റ്റ് ആയിരിക്കുന്നവരെ ഓർത്ത് എൻ്റെ ഹൃദയം ഒത്തിരി വേദന. ഇപ്പോഴും ഞാൻ ഒരു മദ്യപാനിയെ കാണുമ്പോൾ എൻ്റെ ഹൃദയം തകരും, ഒരു മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരു വ്യക്തിയെ കാണുമ്പോൾ എൻ്റെ ഹൃദയം തകരും. അല്ലെങ്കിൽ ആ കൈൻഡ് ഓഫ് തിങ്ങിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ അഡിക്ഷൻസ് എത്ര ഉണ്ടെങ്കിലും, പക്ഷെ നിങ്ങൾ തയ്യാറാകണം. വേറൊരു വ്യക്തിയല്ല തയ്യാറാകേണ്ടത്, നിങ്ങൾ തയ്യാറായാൽ. ഹല്ലേലൂയ. ഇന്ന് ഈ കർത്താവിന്റെ ദാസനും ചെയ്യുന്ന ശുശ്രൂഷ അനേകരിലേക്ക് ഈ സന്ദേശം എത്തുമ്പോൾ, ഹല്ലേലൂയ, നാം ഓരോരുത്തരും, നമ്മുടെ വിളി വലുതാണ്. നമ്മുടെ രക്ഷ നമ്മൾ അത് വളരെ സൂക്ഷിക്കേണ്ട ഒന്നാണ്. ഹല്ലേലൂയ. നമ്മുടെ പലരുടെയും ആദ്യം ഹല്ലേലൂയ ഒത്തിരി ബ്ലെസ്സഡ് ആയിട്ട് തുടങ്ങും. എന്നാൽ ഹല്ലേലൂയ നമ്മൾ ആ നിത്യതയോളം നാം എത്തുവാൻ, ഹല്ലേലൂയ വിശ്വസ്തനായി നിൽപ്പാൻ കർത്താവ് നമ്മളെ ഒരുക്കുമാറാകട്ടെ. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കൃപയാൽ നിൽക്കുന്നു. ഹല്ലേലൂയ. ഇത്രയും സമയം എനിക്ക് വേണ്ടി ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനോടും ദാസിയോടും, ഹല്ലേലൂയ, എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. കർത്താവ് നമ്മളെ അവിടവിടങ്ങളായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും നിത്യതയ്ക്കായി ദൈവം ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ സന്ദേശത്തിൽ നിന്ന്, എൻ്റെ ടെസ്റ്റിമണിയിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു സിസ്റ്ററെ. അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചതിൽ, ജീവിതത്തിൽ കടന്നു പോകുന്ന എല്ലാ ശോധനയിലും കർത്താവിൻ്റെ സാന്നിധ്യവും കരുതലും അനുഭവിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും എല്ലാ മനുഷ്യർക്കും ഉണ്ട്, നമുക്കെല്ലാം ഉണ്ട്. പക്ഷെ നമ്മളതിനെ എങ്ങനെ നേരിടുന്നു, എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടിരിക്കുന്നത്. നാം പ്രശ്നങ്ങളിലൂടെ പോകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തളർന്ന് ക്ഷീണിച്ച് തകർന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സൗരഭ്യമായിട്ട് നമുക്ക് പുറത്തു വരുവാൻ സാധ്യതയുണ്ട്. ഈ സാധാരണ പണ്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ്, ഒരു ആനിമേഷനാണ്. പ്രശ്നങ്ങളെ മനുഷ്യർ നേരിടുന്നത് എങ്ങനെയാണ്, വ്യത്യസ്ത രീതിയിലാണ്. ഒരു തിളച്ച വെള്ളത്തിൻ്റെ അകത്തേക്ക് ഒരു പൊട്ടറ്റോ ഇട്ട് കഴിഞ്ഞാൽ, പൊട്ടറ്റോ ഇടുമ്പോൾ ഭയങ്കര ഹാർഡാണ്, പക്ഷെ അത് വെളി വരുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് വരും. തിളച്ച വെള്ളത്തിൽ കിടന്നത് സോഫ്റ്റ് ആകും. എന്നാലൊരു മുട്ടയാണ് ഇടുന്നതെങ്കിൽ ആ മുട്ട സോഫ്റ്റായിട്ടാണ് പോയത്, പക്ഷെ വളരെ ഹാർഡായിട്ട് അത് തിരിച്ചു വരുന്നത്. പക്ഷെ അതിനകത്ത് കുറേ കോഫി ബീനാണ് ഇടുന്നതെങ്കിൽ അത് ആ വെള്ളത്തിൻ്റെ കളറ് മാറ്റും, അതിൻ്റെ ഓർഡർ, അതിൻ്റെ ഫ്ലേവർ മാറ്റും. സോ ഇങ്ങനെയാ ലോകത്തിലെ മനുഷ്യരും പ്രശ്നങ്ങളെ നേരിടുമ്പോൾ. ചിലർ പ്രശ്നങ്ങളെ നേരിടുമ്പോൾ വളരെ സോഫ്റ്റായിട്ടായിരിക്കും അങ്ങോട്ട് കയറിപ്പോകുന്നത്, വളരെ ഹാർഡായിട്ട് റഫായിട്ട് വെളി വരും. ആ പ്രശ്നം അവരെ അങ്ങ് വളരെ ഒരു റഫ് ക്യാരക്ടറായിട്ടങ്ങ് മാറ്റും.
ചിലർ പ്രശ്നങ്ങളിലൂടെ പോയാൽ ഈ പൊട്ടറ്റോയുടെ കാര്യം പറഞ്ഞ പോലെ വാടി തളർന്ന് ക്ഷീണിച്ച് ഒന്നിനും കൊള്ളാത്തവരായിട്ട് വെളി വരും. പക്ഷേ ചിലർ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ അവർ കോഫി ബീനിനെ പോലെ സുഗന്ധമായിട്ട്, അനുഗ്രഹമായിട്ട്, ഫ്ലേവറായിട്ട് ആ പ്രശ്നങ്ങളെ മാറ്റി ജയത്തോടു കൂടെ പുറത്തു വരും. അപ്പം എല്ലാവർക്കും തോന്നുന്നത് പോലെ എല്ലാ മനുഷ്യരുടെ മനസ്സിൽ ഒരു വേളയെങ്കിലും ചിന്ത വരും, മരിച്ചു കളയാം, ചത്ത് കളയാം. പക്ഷെ അതൊന്നുമല്ല സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏത് തീച്ചുളയെയും അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിയുന്ന കർത്താവിൻ്റെ കരം പിടിച്ച് ഒരു അനുഗ്രഹമായി മാറുക, സമൂഹത്തിന് ഒരു അനുഗ്രഹമായി മാറുക എന്നുള്ളതാണ്. മിനിസ്റ്റർ ജീവിതത്തിലും ദൈവം അങ്ങനെ ഒരു അനുഗ്രഹമാക്കി. അതുകൊണ്ട് ഇന്ന് പലരോടും യേശുവിൻ്റെ സ്നേഹം ഷെയർ ചെയ്യുവാൻ കർത്താവ് സഹായിക്കുന്നല്ലേ? ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നല്ല സാക്ഷ്യത്തിനായിട്ട് ആരെ കണ്ടാലും പാസ്റ്ററെ എനിക്ക് കർത്താവിനെ കുറിച്ച് പറഞ്ഞേ ഒക്കത്തുള്ളൂ. ആ ഒരു അവസ്ഥയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നു. ദൈവം സഹായിക്കട്ടെ. സുവിശേഷം പറയുന്നത് ഒട്ടും എളുപ്പമല്ല. എന്നാൽ ആരെ കണ്ടാലും എൻ്റെ ഹൃദയത്തില് എങ്ങനെ ഇവരോട് പറയാം, അങ്ങനെ ഒരു ചിന്ത വരിക. ദൈവം സഹായിക്കട്ടെ സിസ്റ്ററെ, അനുഗ്രഹമാക്കി മാറ്റട്ടെ. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. സിസ്റ്റർ എന്നെ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അടിയന്റെ ജീവിതത്തിൽ അടിയൻ കടന്നുപോയ കഷ്ടതയുടെ നടുവിൽ, തീച്ചൂളയുടെ നടുവിൽ, കണ്ണുനീരിന്റെ നടുവിൽ, കയ്പിന്റെ നടുവിൽ ഇറങ്ങി വന്ന് എന്നെ സഹായിച്ച, എന്നെ നടത്തിയ കർത്താവിന് ഹല്ലേലൂയ മഹത്വം ഞാൻ കൊടുക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രിയ മാന്യ ശ്രോതാക്കൾക്കായി ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷ നടത്തുന്ന പ്രിയ കർത്താവിന്റെ ദാസിനും ദാസിക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണമേ. അവരെ ശുശ്രൂഷ അങ്ങ് അനുഗ്രഹിച്ച് മാനിച്ച് വർദ്ധിപ്പിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, കഷ്ടതയിൽ കൂടെ നടന്നു പോകുന്ന അനേകരെ ഉണ്ടെങ്കിൽ കർത്താവെ, അവരെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ യേശുവിനെ ഇതുവരെ രുചിച്ചറിഞ്ഞില്ല എങ്കിൽ അവർ ഇന്നു മുതൽ യേശുവിനെ രുചിച്ചറിയുവാൻ ഇടയാകട്ടെ. അവർ യേശുവിന് കൂടെ നടക്കുവാൻ ഇടയാകട്ടെ. യേശുവിന്റെ മാറോട് ചാരിയിരിപ്പാൻ ഇടയാകട്ടെ. ആ സ്പന്ദനം കേൾക്കുന്ന മക്കളായി ഓരോരുത്തരെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ആദ്യം അന്തവും അങ്ങാകുന്നു. യു ആർ ദ ബിഗിനിങ് ആൻഡ് ദി എൻഡ്. യു ആർ ദി ആൽഫ ആൻഡ് ഒമേഗ. ഞങ്ങളുടെ ഇന്നലെ അറിഞ്ഞ കർത്താവ്, ഞങ്ങളുടെ നാളെ കുറിച്ച് അറിയാവുന്ന കർത്താവിന്റെ കരങ്ങളില് ഞങ്ങളുടെ ഫ്യൂച്ചറിനെ ഏൽപ്പിച്ചിട്ട് കർത്താവെ, അങ്ങയുടെ സന്നിധി സ്വസ്ഥമായിരിക്കാൻ അനേകരെ സഹായിക്കണം. ഇന്ന് കേട്ടുകൊണ്ടിരുന്ന ആരെങ്കിലും അഡിക്ഷൻസിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകുവാൻ, ഹല്ലേലൂയ, ഈ ദുരാത്മാവിനെ വെട്ടി നീക്കി അവർ കർത്താവിൽ, ഹല്ലേലൂയ, യേശുവിലാകുവാൻ ഇടയാകണം. ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിനകത്ത് മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം ഭാരപ്പെട്ട് തളർന്നിരിക്കുന്നുണ്ടെങ്കിൽ, ആരും എന്നെ സഹായിപ്പാനില്ലല്ലോ, എനിക്കൊന്ന് എന്നെ കൈപിടിക്കാൻ ആരുമില്ലല്ലോ എന്ന് കരുതി ആരെങ്കിലും ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ സ്വർഗത്തിലെ ദൈവം അവർക്ക് സഹായകനായി ഉണ്ട് എന്നുള്ള ഒരു ധൈര്യം കർത്താവെ നീ കൊടുക്കുന്നതിനായി നന്ദി. ഹല്ലേലൂയ. അന്നെ രോഗികളായി എന്നെ കേൾക്കുന്നവർക്ക് ഇന്ന് രോഗസൗഖ്യം ഉണ്ടാകേണ്ടതായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയില് ബാക്ക് സ്ലൈഡേഴ്സ് ആയി ഇരിക്കുന്നവർ മടങ്ങി വരേണ്ടതിനായി അടിയൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യേശുവിലായ അനേകരുണ്ട്. എന്നാൽ യേശുവുമായിട്ടുള്ള ഇന്റിമസിയില് കടന്നു വരാത്ത അനേകരുണ്ട്. അവർക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. യേശുവുമായിട്ടുള്ള ഇന്റിമസിയിലേക്ക് വരുവാൻ എല്ലാവരെയും സഹായിക്കണം. ഇന്ന് കർത്താവെ, അടിയന് തന്ന ഈ അനുവദിച്ച ഈ സമയത്തിനായി ഞാൻ നന്ദി പറഞ്ഞ് കർത്താവിന് മഹത്വം കൊടുക്കുന്നു. സകല മഹത്വത്തിനും സകല ബഹുമാനത്തിനും സകല പുകഴ്ചയ്ക്കും യോഗ്യനായ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. എല്ലാ ബഹുമാനവും അങ്ങേക്ക് അർപ്പിക്കുന്നു. ഈ കർത്താവിന്റെ ദാസനെയും ദാസിയും വീണ്ടും അനുഗ്രഹിച്ച് അവരുടെ തലമുറയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവിന് വേണ്ടി വീണ്ടും ശോഭിക്കുന്നതിനായി നന്ദി കർത്താവേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നാം എല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച പ്രിയ മിനിസിസ്റ്ററുടെ മേൽ, തൻ്റെ പ്രിയമുള്ളവരുടെ മേൽ ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും ഉണ്ടാകട്ടെ. ആമേൻ. താങ്ക് യു സിസ്റ്റർ. ഒരു പ്രാവശ്യം നന്ദി പറയുന്നു. ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു സിസ്റ്റർ. ഞങ്ങളുടെ എല്ലാം നന്ദി സ്നേഹം അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായിരുന്നു. കർത്താവിൻ്റെ കരം പിടിച്ചുള്ള മിനി സിസ്റ്റർ യാത്രയാണ് നമ്മൾ കേട്ടത്. കൈവിടാത്ത കർത്താവ് ഇന്നുവരെയും കൂടെ ഇരുന്ന് കർത്താവ് ജയോത്സവമായി നടത്തി പിന്നെ അനേകർക്ക് അനുഗ്രഹം വിടുതലുമാക്കി കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് പിന്നെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സിസ്റ്റർ സാൻഡി, നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്.